ഇന്നാരെ പ്രയർ പ്രിപ്പയർ ചെയ്തിരിക്കണേ? അഫ്ന പറഞ്ഞോട്ടെടാ. Good morning. Bless us, Lord, throughout the day, while at school, at home, at play. Help us to love and not to hate. Bless us all, oh Lord, we pray. Thank you. ഓക്കെ, നമ്മളിപ്പോ എടുത്തോണ്ടിരുന്നത് ഇമോഷണൽ ഡെവലപ്മെന്റ് കഴിഞ്ഞത് സോഷ്യൽ ഡെവലപ്മെന്റ്. സോഷ്യൽ ഡെവലപ്മെന്റ് എങ്ങനെയാണ്, അതേപോലെ സോഷ്യൽ ഡെവലപ്മെന്റ് ഡ്യൂറിങ് ഇൻഫൻസി വരെയാണ് നമ്മ അത് വരെയാണ് എടുത്തു വെച്ചത്. ഓക്കെ, സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടി എങ്ങനെയാണ് സൊസൈറ്റിയിൽ പെരുമാറുന്നത്, ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് ആ കുട്ടി പെരുമാറുന്നത്, ആ കുട്ടിയുടെ ആ ഒരു സൊസൈറ്റിയിലുള്ള ആ ഒരു അപ്പിയറൻസ് അല്ലെങ്കിൽ ആ പെരുമാറ്റത്തിനായിരുന്നു നമ്മൾ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ആ വ്യക്തിയോ സാമൂഹ്യ വികസനം അല്ലെങ്കിൽ സാമൂഹികവൽക്കരണം, സോഷ്യൽ ഡെവലപ്മെന്റിന് സോഷ്യലൈസേഷനും കൂടി പേരുണ്ട്. എന്നൊരു വ്യക്തി സമൂഹത്തിലോ ഗ്രൂപ്പിലോ ഉപയോഗപ്രദമായ ഒരു അംഗമായി മാറുന്ന, നല്ല പ്രോപ്പർ ആയിട്ട് നല്ലൊരു വ്യക്തിയായിട്ട് മാറുന്ന ആ ഒരു ഡെവലപ്മെന്റ് നമ്മൾ എനിക്ക് പറയുന്നത് നല്ല സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. പ്രോപ്പർ ആയിട്ടുള്ള സോഷ്യൽ ബീയിങ് ആയിട്ട് മാറണം, സൊസൈറ്റിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു സോഷ്യൽ ബീയിങ്, ഹാർംഫുൾ ആയിട്ടുള്ളതല്ല, ഒരു ഫേവറബിൾ ആയിട്ടുള്ള നല്ലൊരു സോഷ്യൽ ബീയിങ് ആയിട്ട് വളർന്നു വരിക എന്നുള്ളതാണ് എന്റെ സോഷ്യൽ ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യുന്നത് പറഞ്ഞത്. അപ്പൊ ഈ സോഷ്യൽ ഡെവലപ്മെന്റ് ഒരുപാട് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. മെയിൻ ആയിട്ട് അവന് വളർന്നു വരുന്ന വീടും സാഹചര്യങ്ങളാണ് മെയിൻ ആയിട്ട് അവനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അതേപോലെ തന്നെ സോഷ്യൽ ഡെവലപ്മെന്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ നമ്മുടെ ഡെവലപ്മെന്റ് സോഷ്യൽ ഡെവലപ്മെന്റ് കൂടിക്കൂടി വരികയാണ്. ഓക്കെ, അതിൽ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ ഡെവലപ്മെന്റ് ഡ്യൂറിങ് ഇൻഫൻസി പറഞ്ഞു. ഇൻഫൻസി പറഞ്ഞപ്പോൾ വെച്ചാല് നമ്മുടെ ഇൻഫന്റ് ഏജ്, ചാറ്റുകാലത്തിന്റെ സമയത്ത് കുട്ടികൾ ആരായിട്ട് സോഷ്യൽ അല്ല, കുട്ടികൾ എല്ലാവരും കാണുമ്പോൾ അവർക്ക് പുതിയ ആൾക്കാരാണ്, അതുകൊണ്ട് സോഷ്യൽ അല്ല എന്ന് പറഞ്ഞു. നോ സോഷ്യലബിൾ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞൊരു 6 ആഴ്ചക്കായി കഴിയുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും, ചിരിക്കാൻ സ്മൈലൊക്കെ ചെയ്യാനൊക്കെ തുടങ്ങും, റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും, ആൾക്കാരെ കാണുമ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങും, റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും. ഇവിടെ നിന്നാണ് നമ്മുടെ സോഷ്യലൈസേഷൻ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ കുട്ടി നമ്മുടെ സൊസൈറ്റിയിലേക്ക് സോഷ്യലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടെ നിന്നാണ്, ആ ഒരു 6 വീക്ക് മുതലാണ്. 2 to 3 വീക്സിൽ കുട്ടി എന്ത് ചെയ്യാൻ പറ്റും, ഇന്റിമേറ്റ് ഒബ്ജക്ട്സ്, നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പീപ്പിൾസിനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങും. അമ്മമാരെ, അതേപോലെ അച്ഛന്മാരെയൊക്കെ കൂടുതലായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങും. അതേപോലെ ഇവരുടെ സെപ്പറേഷൻ, അമ്മയും കുട്ടി തമ്മിലുള്ള സെപ്പറേഷൻ കുട്ടിക്ക് എന്താണ് അൺഹാപ്പി ആവാനുള്ള കാരണമാവും, വിഷമം സങ്കടമൊക്കെ വരാനുള്ള കാരണമാവും. പിന്നെ 4 to 5 months ആവുമ്പോഴേക്കും കുട്ടി എന്ത് ചെയ്യാൻ തുടങ്ങും, നന്നായിട്ട് ചിരിക്കാനും കളിക്കാനും, അതേപോലെ ദേഷ്യം വന്നിട്ട് ഭയങ്കര സൗണ്ട് ഒക്കെ ഉണ്ടാക്കാനൊക്കെ തുടങ്ങും. ദെൻ 6 to 7 months ആവുമ്പോഴേക്കും അവർക്ക് ഫ്രണ്ട്സ് ആരാണ്, സ്ട്രേഞ്ചേഴ്സ് ആരാണെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും. അപ്പം നമ്മൾ പറയും 5 മാസം വരെ എല്ലാവരും എടുത്താലും കുട്ടികൾ പോകുമായിരുന്നു. ഇപ്പൊ അവൻ പോകണില്ല, കാരണം എന്താണ്, അവൻ മനസ്സിലാക്കി തുടങ്ങി സ്ട്രേഞ്ചേഴ്സ് ആരാണ്, ഫ്രണ്ട്സ് ആരാണെന്ന് മനസ്സിലാക്കി തുടങ്ങി. അപ്പൊ സ്ട്രേഞ്ചേഴ്സ് ആണെങ്കിൽ ഒരു കാരണവശാലും കുട്ടികൾ പോകില്ല, ഫ്രണ്ട്സ് ആണെങ്കിൽ മാത്രം, പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ മാത്രമേ അവര് പോകുള്ളൂ. 8 to 9 months കുറച്ചും കൂടി സംസാരിക്കാനായിട്ട് തുടങ്ങി, ജസ്റ്റേഴ്സ്, സ്മൈലൊക്കെ ചെയ്യാൻ, നല്ല രസമായിട്ട് സ്മൈലൊക്കെ ചെയ്യാൻ തുടങ്ങി. 12 months ഒക്കെ ആയി കഴിഞ്ഞപ്പോ അവർക്ക് ഏതെങ്കിലും കാര്യങ്ങൾ വേണ്ടെങ്കിൽ നോ പറയാനായിട്ട് പഠിച്ചു തുടങ്ങി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സോഷ്യൽ ഡെവലപ്മെന്റിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. മോട്ടോർ ഡെവലപ്മെന്റ് ബിഗിൻസ് ഇൻ ദ സെക്കൻഡ് ഇയർ ഓഫ് ദ ലൈഫ്. അപ്പൊ നമ്മൾ മോട്ടോർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ കുറച്ചും കൂടി സോഷ്യൽ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് വർഷം മുതലാണ്, കുട്ടികൾക്ക് 2 വയസ്സാവുമ്പോൾ മുതലാണ് ഈ മോട്ടോർ ഡെവലപ്മെന്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻ എവറി ഡേ കണ്ടക്ട് വിത്ത് അറ്റാച്ച്മെന്റ് ഫിഗേഴ്സ്. അപ്പൊ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളിലൂടെ ഈ മോട്ടോർ ഡെവലപ്മെന്റ് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡ്യൂറിങ് പ്രീ സ്കൂൾ ഇയേഴ്സ് അറിയാലോ, സ്കൂളിൽ പോണേക്കാളും മുമ്പത്തെ ആ ഇയേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയണത്, പ്രീ സ്കൂൾ ഇയേഴ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാല് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഇപ്പൊ നമ്മൾ സാധാരണ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ കുട്ടികളെ അഡ്മിഷൻ എടുക്കുന്നത് 6 ഇയേഴ്സിലാണ്. നമ്മളെ സെൻട്രൽ ഗവൺമെന്റ് റൂൾ അനുസരിച്ച് 6 വയസ്സിലാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പോകുന്നത്. ആ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പോണതിന് മുമ്പത്തെ വർഷങ്ങളിലാണ് നമ്മൾ പ്രീ സ്കൂൾ ഇയേഴ്സ് എന്ന് പറയുന്നത്.
3 to 6. 3 to 6 ആണ് പ്രീ സ്കൂൾ ഏജ് എന്ന് പറയുന്നത്. Children continue to be socialized to learn the values and behavior expected by their families. അപ്പൊ ഈ 3 to 6 years ആകുമ്പോഴേക്കും കുട്ടികളെ എന്താണ് കുറച്ചും കൂടി സോഷ്യലൈസ് ആവാൻ തുടങ്ങും. അവർ കുറച്ച് വാല്യൂസും അവർ ബിഹേവിയറും എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും അവര് ലേൺ ചെയ്യാനായിട്ട് തുടങ്ങും ഈ 3 to 6 years. നമുക്ക് സാധാരണയായിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തനിയെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങും, തനിയെ എന്താണ് യൂറിനേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് തനിയെ തന്നെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് പഠിക്കും. അതേപോലെ എന്താ പറയാ അങ്ങനത്തെ കുറച്ച് വാല്യൂസും ബിഹേവിയറും അവരുടെ ക്യാരക്ടർ. ഇപ്പൊ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നല്ല രീതിയിൽ കൈയൊക്കെ വാഷ് ചെയ്തിട്ട് വന്ന് ഭക്ഷണം കഴിക്കുക, ഭക്ഷണം ഒറ്റയ്ക്ക് വാരി കഴിക്കുക, ഇതൊക്കെ അവർ ആ ഒരു ഏജിൽ 3 to 6 years അവരെന്ത് ചെയ്യും അച്ചീവ് ചെയ്യും. പിന്നെ അവർ അച്ചീവ് ചെയ്യുന്ന കുറച്ച് ക്വാളിറ്റീസ് ആണ് നമ്മളിപ്പോ ഒരു 3 to 6 years എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നേഴ്സറിയിലോ അല്ലെങ്കിൽ PKG അല്ലെങ്കിൽ LKG UKG ആ ഒരു സെഷനിലാണ് അവർ പഠിക്കുന്നത്. അപ്പൊ ആ ഒരു ടൈമില് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് എന്തേ പ്രിയ സൗണ്ട് വല്ല പ്രശ്നമുണ്ടാ? ഇല്ല മാം, ഞാനിപ്പോ ജോയിൻ ചെയ്തതേ ഉള്ളൂ. ഓക്കെ. ഞാൻ സൗണ്ട് എന്തെങ്കിലും പ്രശ്നം ചെയ്യാറുണ്ടാവുള്ളൂ വെച്ചു. അപ്പൊ ആ ഒരു ഏജിൽ കുട്ടികൾ എങ്ങനെയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ അക്യൂർ ചെയ്യും. അവർ പിന്നെ അക്യൂർ ചെയ്യുന്ന കുറച്ച് ക്വാളിറ്റീസ് ആണ് ഷെയറിങ്. അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇപ്പൊ ചോക്ലേറ്റ് ആവട്ടെ സ്നാക്സ് ആവട്ടെ പ്രീ സ്കൂൾ ഏജിൽ തന്നെ അവർ എന്ത് ചെയ്ത് തുടങ്ങും ഷെയറിങ്, ഹെൽപ്പിങ്, പ്ലേയിങ് ടുഗദർ ആംബിക്കബ്ലി വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ കളിക്കാനും സെറ്റിംഗ് ഡിസ്പ്യൂട്ട്സ് വിത്ത് വേർഡ്സ് തർക്കങ്ങളൊക്കെ ഏർപ്പെടാനും ഇങ്ങനെ ചെറിയ വാക്തർക്കങ്ങളിലൊക്കെ കുഞ്ഞു പിള്ളേര് വരും. Restarting implies and some of the behavior children learn from attentive parents and other adults during preschool years. അവര് ഇതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയറിങ്ങും ഹെൽപ്പിങ്ങും കുട്ടികളൊക്കെ ആയിട്ട് കളിക്കുന്നതും ഈ തല്ല് പിടിക്കുന്നത് ഡിസ്പ്യൂട്ട്സ് തർക്കങ്ങളിൽ ഏർപ്പെടുന്നതും അതേപോലെ തർക്കങ്ങളൊക്കെ സോൾവ് ചെയ്ത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നതും ഇതൊക്കെ എവിടെന്നാണ് അവർ ലേൺ ചെയ്യുന്നത് അവരുടെ പാരന്റ്സ് അതേപോലെ ബാക്കിയുള്ള അഡൽട്സിൽ നിന്നാണ് അവരിതൊക്കെ മനസ്സിലാക്കി പെരുമാറുന്നത്. By the end of the important and busy social period, ഇത് കഴിഞ്ഞ് കഴിഞ്ഞ ചിൽഡ്രൻസ് എങ്ങനെയാണ് ചിൽഡ്രൻസ് will have attained many important understanding that will serve them as they grow older and come across increasingly complex social situations. ഇനി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ അത്യാവശ്യം നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും നല്ല രീതിയിൽ പെരുമാറാനും അത്യാവശ്യം കോംപ്ലക്സ് ആയിട്ടുള്ള സോഷ്യൽ സിറ്റുവേഷൻസ് അവർക്ക് ഹാൻഡിൽ ചെയ്യാനും പറ്റും. പിന്നെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലുതാവുന്നതിനനുസരിച്ച് ആ കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യും എന്ന് പറഞ്ഞു. ഈ കുട്ടികള് ഈ മിഡിൽ ചൈൽഡ്ഹുഡ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയതാണ് ഏതാണ് മിഡിൽ ചൈൽഡ്ഹുഡ് പീരീഡും ഏതാണ് അഡോളസന്റ് ഏജ് എന്നൊക്കെ നമുക്ക് ലാസ്റ്റ് മുമ്പത്തെ ചാപ്റ്റേഴ്സിൽ നോക്കിയതാണ്. അതുകൊണ്ട് മിഡിൽ ചൈൽഡ്ഹുഡും അഡോളസന്റ് ഏജും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ടീനേജ് ആണ് ഏറ്റവും പ്രശ്നമുള്ള ഏജ് എന്ന്. ആ സമയത്ത് നമ്മുടെ സോഷ്യൽ സിറ്റുവേഷൻസും നമ്മുടെ ബിഹേവിയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ നമുക്ക് എന്നാ ഒരു പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ബിഹേവിയർ ആണ്. കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള സോഷ്യൽ സിറ്റുവേഷൻസ് ആണ് ആ സമയത്ത് അങ്ങനത്തെ കുട്ടികൾ ഫേസ് ചെയ്യുന്നത്. അഡോളസന്റ് ഏജിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത്രയും കാര്യങ്ങളാണ് ഈ പറയണത് കേട്ടോ. എന്താ പറഞ്ഞത് നമ്മുടെ മോറൽ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2 വയസ്സ് മുതലാണ്. അത് അവരെ ഡെയിലി ചെയ്യണ ഓരോ കാര്യങ്ങളിൽ നിന്നാണ് ആ മോറൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെന്റ് അവർ പഠിച്ചെടുക്കുന്നത്. പ്രീ സ്കൂൾ ഇയേഴ്സ് ആയ 3 to 6 years കുട്ടികൾ കുറച്ചും കൂടി സോഷ്യലൈസ് ആവും. കുറച്ചും കൂടി ഇപ്പൊ മുമ്പെന്ന് വെച്ചാൽ 2 years വരെ കുട്ടികൾ എങ്ങനെയാണ് വീട്ടിൽ തന്നെയാണെങ്കിൽ 3 years ആവുമ്പോഴേക്കും കുട്ടികൾ എന്താണ് കുറച്ചും കൂടി പുറത്തേക്ക് ഇപ്പൊ ചിലപ്പോ നേഴ്സറിയിലേക്കോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ PKG പ്ലേ സ്കൂളിലേക്കോ അങ്ങനെ പോയി തുടങ്ങുമ്പോൾ അത് കുറച്ചും കൂടി സോഷ്യലൈസ് ആവും. അപ്പൊ കുറച്ചും കൂടി ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് സെയിം അവരുടെ ഏജ് ഉള്ള ആൾക്കാരൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എന്താണ് എന്താ പറയുക സോഷ്യൽ നല്ല രീതിയിൽ സോഷ്യൽ ബീങ് ആയിട്ട് മാറും. കുറച്ചും കൂടി കാര്യങ്ങൾ ലേൺ ചെയ്യും. അത് ബിഹേവിയറിൽ കുറെ മാറ്റങ്ങൾ സംഭവിക്കും. ഈ ഷെയറിങ് ഹെൽപ്പിങ് കുട്ടികളൊക്കെ ആയിട്ട് കളിക്കുക അതേപോലെ അങ്ങനത്തെ തർക്കങ്ങളിൽ ഏർപ്പെടുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ എന്ത് ചെയ്യും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ഏർപ്പെടും. ഈ പ്രീ സ്കൂൾ ഏജ് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യുന്ന പീരീഡ് ആണ്. എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യങ്ങളൊക്കെ ലേൺ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പീരീഡ് ആണ് പ്രീ സ്കൂൾ ഏജ്. ഞാൻ പറഞ്ഞു കാര്യങ്ങളൊക്കെ സ്വയമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർ സ്വയമായിട്ട് ചെയ്ത് തുടങ്ങുന്ന ഏജ് ആണ് ഇത് പ്രീ സ്കൂൾ ഏജ് എന്ന് പറയുന്നത്. ഭക്ഷണം കഴിക്കും, സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കും,
ഇതേപോലെ സ്വന്തമായിട്ട് യൂറിനേറ്റ് ചെയ്യാനൊക്കെ പോകുന്നതും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അവർ എന്ത് ചെയ്യും ഓൾറെഡി ഈ ഒരു ഏജിൽ അവർ എന്ത് ചെയ്യും പഠിക്കും. ചിൽഡ്രൻസ് കുറച്ചും കൂടി നമ്മ ഗ്രോ ചെയ്ത് കഴിയുമ്പോൾ അവർ ഈ കാര്യങ്ങൾ എല്ലാവരും സ്വന്തമായിട്ട് ചെയ്യും. അത്യാവശ്യം നല്ലൊരു എന്താ പറയാ നല്ലൊരു ഒരു കുട്ടിയായിട്ട് അത് വളർന്നു വരും. പിന്നെ കുറച്ചുകൂടി കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു ഏജ് എന്ന് പറയുന്നത് ഏതാണ് മിഡിൽ ചൈൽഡ്ഹുഡും അഡോളസന്റ് ഏജ് ആണ്. നമ്മൾ പറയാറുണ്ട് ടീനേജേഴ്സിന് അല്ലെങ്കിൽ അഡോളസന്റ് പിള്ളേരെ കൺട്രോൾ ചെയ്യാനേ പറ്റില്ല. എന്താണ് ആ ഒരു ഏജ് കോംപ്ലക്സ് ആയിട്ടുള്ള ഏജ് ആണ്. സാധാരണ രീതിയിൽ അവരുടെ ഹോർമോണൽ ഇംബാലൻസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊണ്ട് അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാം സപ്പോർട്ട് ചെയ്താൽ മതി ആ ഒരു ഏജിലേക്ക് എത്തുമ്പോൾ. ഇനി നമ്മൾ നോക്കുന്നതാണ് at the age of 6 children are not yet fully civilized, but core of consideration and self-reliance can be seen in children whose attachment in infancy. അപ്പൊ നോക്കുക, ഞാൻ പറഞ്ഞ 3 to 6 ഇയേഴ്സിലാണ് ഇത്രയും കാര്യങ്ങളൊക്കെ അവർ എന്ത് ചെയ്യണത് മനസ്സിലാക്കണേന്ന് പറഞ്ഞു. ഇനി 3 to 6 ഇയേഴ്സ് കഴിയുമ്പോൾ 6 ഇയേഴ്സ് ആകുമ്പോഴേക്കും ഫുള്ളി സിവിലൈസ്ഡ് അല്ല. കുട്ടികളെല്ലാവരും ഫുള്ളി സിവിലൈസ്ഡ് ആണ്, എല്ലാ കാര്യവും പഠിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കുറച്ചും കൂടി എന്താ പറയുന്നത് നല്ല രീതിയിൽ അവർ കാര്യങ്ങൾ ഇൻഫൻസിനേക്കാളും 2 വയസ്സ് വരെയുള്ള കുട്ടികളെക്കാളും നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാനൊക്കെ ആര് തുടങ്ങും 6 വയസ്സാകുമ്പോഴേക്കും കുട്ടികൾ ചെയ്തു തുടങ്ങും. നോക്കാം. In infancy, how built safe and whose socialization during the preschool years can give warm and loving parents. അപ്പൊ പ്രീ സ്കൂൾ ഏജിലേക്ക് വന്നു കഴിയുമ്പം കുറച്ചും കൂടി അവരെന്താവും സോഷ്യലൈസ് ആവും. എങ്ങനെ ഒരു കുറച്ച് ആൾക്കാരുടെ കൂട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറണം, എങ്ങനെയാണ് അവിടെ ഓരോരുത്തരുടെ കാര്യങ്ങൾ മനസ്സിലാക്കണം, റെസ്പെക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഈ 6 ഇയേഴ്സ് ആവുമ്പോഴേക്കും കുട്ടികൾക്ക് മനസ്സിലാവും. ഈ ഒരു കാര്യങ്ങള് മനസ്സിലാക്കണമെങ്കിൽ അവർ വരുന്ന ഫാമിലി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ലവിങ്ങും അതേപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഫാമിലിന്നായിരിക്കണം. These are the parents who have high but considerable maturity expectation, who are content in setting limits, who are involved with their children, both to observe them and to play with and enjoy them. അപ്പൊ സാധാരണ രീതിയിൽ പാരന്റ്സ് എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികള് അവരാ ഒരു രീതിയിൽ അങ്ങോട്ട് വളർന്നോട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മുടെ കുട്ടികളുടെ ഒപ്പം അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ ആര് വേണം, നമ്മുടെ പാരന്റ്സ് കൂടെ വേണം. അപ്പൊ പാരന്റ്സും കുട്ടികളുടെ ഒപ്പം കളിക്കുക, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, എല്ലാ കാര്യത്തിലും കുട്ടികളുടെ ഒപ്പം നിൽക്കണം, എല്ലാ കാര്യങ്ങളും അവരൊപ്പം നിന്ന് തന്നെ എൻജോയ് ചെയ്യണം. ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് കുറച്ചും കൂടി നമ്മളെന്താ പറയുന്നത് പാരന്റ്സും കുട്ടികളും കുറച്ചും കൂടി അറ്റാച്ച്മെന്റ് ഒക്കെ വരികയാണെങ്കിൽ അവരത് ത്രൂ ഔട്ട് ദ ലൈഫ് അവരതെന്തെയും അറ്റാച്ച്മെന്റ് കണ്ടിന്യൂ ചെയ്യും. ഇല്ലെങ്കിൽ ഈ പാരന്റ്സും കുട്ടികളും തമ്മിൽ അറ്റാച്ച്മെന്റ് ഒട്ടും ഉണ്ടാവില്ല. പാരന്റ്സിന്റെ ലൈഫ് നോക്കി ബിസിയാണ്, ഫുൾ ജോബ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് ബിസി ആയിട്ട് പോകുമ്പോ കുട്ടികളുടെ ലൈഫ് അവിടെ എന്താവുകയാണ്, ആ ഒരു അറ്റാച്ച്മെന്റ് കുറയാണ് അവർക്ക്. അപ്പൊ പിന്നെ അവര് വലുതായി കഴിയുമ്പോ അല്ലെങ്കിൽ പാരന്റ്സ് വയസ്സായി കഴിയുമ്പോൾ അവരോട് ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാത്തൊരു രീതിയിലായിരിക്കും കുട്ടികളെ പെരുമാറുന്നത്. Who explain the effects of the child behavior on others and who concentrate more on teaching what to do rather than what not to do. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് കാര്യങ്ങളാണ് ഇപ്പൊ കുട്ടികളുടെ ബിഹേവിയർ എങ്ങനെയാണ് എന്ന് കാര്യം കംപ്ലൈന്റ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, കുട്ടികളിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിക്കണം, അല്ലെങ്കിൽ അവരെന്തൊക്കെ ചെയ്യണം എന്നല്ല, അതെന്തൊക്കെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ എന്താണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അവർ ടീച്ച് ചെയ്യുക, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് തിരുത്തി നമ്മൾ അവരെന്ത് ചെയ്യാൻ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാം. ഇതാണ് നമ്മൾ പറഞ്ഞ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് ആ ഓരോ മിസ്റ്റേക്കുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പോലും ആ മിസ്റ്റേക്കുകൾ തിരുത്തി നല്ലൊരു സോഷ്യൽ ബീയിങ് ആയിട്ട് വേണം നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യാനായിട്ട് വാർത്തെടുക്കാനായിട്ട്. നമ്മൾ ടീച്ചേഴ്സും സെയിം ഡ്യൂട്ടീസ് ആണ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 to 6 ഇയേഴ്സിൽ കിട്ടുന്ന കുട്ടികളായിരിക്കുള്ളൂ ഭൂരിഭാഗം കുട്ടികൾ. അവർക്ക് ഈ പറഞ്ഞ വാല്യൂസ് കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനും ഈ കളിക്കാനും അതേപോലെ ഷെയറിങ്ങും ഹെൽപ്പിംഗ് മെന്റാലിറ്റീസും അതേപോലെ തന്നെ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ മുന്നിട്ട് സോൾവ് ചെയ്യാനും ഇങ്ങനത്തെ ഓരോ ക്യാരക്ടേഴ്സ് കുട്ടികളെ ഡെവലപ്പ് ചെയ്യാനുള്ള ഡ്യൂട്ടീസ് ആരുടെയാണ്, നമ്മുടെ ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടീസും കൂടിയാണ്. ഓക്കെ, ഇനി എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് സോഷ്യലൈസേഷന് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. ഫസ്റ്റ് വന്നത് ഫാമിലിയാണ്. കുട്ടിയുടെ ഫാമിലി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്താണ്,
കുട്ടിയുടെ സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെന്റ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആ കുട്ടി പറഞ്ഞ ഫാമിലിയാണ്. നമ്മൾ പറഞ്ഞ ഫാമിലിയാണ് എല്ലാ കാര്യത്തിലും എന്ത് ചെയ്യുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. കുട്ടിയുടെ എക്കണോമിക് ഡെവലപ്മെന്റ്, സോറി, ഇമോഷണൽ ഡെവലപ്മെന്റ് ആവട്ടെ, സോഷ്യൽ ഡെവലപ്മെന്റ് ആവട്ടെ, ഫിസിക്കൽ ഡെവലപ്മെന്റ് ആവട്ടെ, ഏതൊരു ഡെവലപ്മെന്റിനും കുട്ടിയുടെ ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. The family is the most vital primary agency for socialization of the child. ഒരു കുട്ടിയുടെ സോഷ്യലൈസേഷൻ, സാമൂഹ്യ വൽക്കരണത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആരാണ്? ആ കുട്ടി വരുന്ന ഫാമിലിയാണ്. The size of the family, fondness among the members of the family, attitude of the parents and family members towards the child, friction among the parents, and break only on separation, death or divorce, and in emotionally instability. നമുക്ക് നോക്കാം ഓരോന്ന്. സൈസ് ഓഫ് ദ ഫാമിലി ആണ് ആദ്യം പറഞ്ഞത്. വലിയ അത്യാവശ്യം നല്ല വലിയ സൈസ് ഉള്ള ഒരുപാട് മെമ്പേഴ്സ് ഉള്ള ഫാമിലി ആണെങ്കിൽ ആ കുട്ടികൾ ആ വരുമ്പോൾ തന്നെ അവർക്ക് കുറച്ചും കൂടി എന്താണ് സോഷ്യലൈസേഷൻ കൊടുക്കാനും, ഒരുപാട് മെമ്പേഴ്സ് ആവുമ്പോൾ തന്നെ അവിടെ എന്താണ് ഷെയറിങ്, ഹെൽപ്പിങ്, മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യണം. ഈ ഒരു കാര്യങ്ങളൊക്കെ അവർ ആ ചെറുപ്പത്തിലെ ആ ഫാമിലിയിൽ അവർ വന്നപ്പോ തന്നെ ഒരു 2 വയസ്സാവുമ്പോഴേ അവരതൊക്കെ പഠിച്ചു വരികയാണ്. സോ അവരത് ഫോളോ ചെയ്തോളും. എൽഡർ മെമ്പേഴ്സിനും ബഹുമാനിക്കണം, കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഷെയർ ചെയ്യണം. എന്ന് വെച്ചാല് ഇപ്പൊ ഒരു കുട്ടി അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫാമിലി എന്ന് വെച്ചാൽ അച്ഛൻ, അമ്മ, മോൻ, അതാണോ ഏറ്റവും നല്ലത്? ഇപ്പൊ അച്ഛൻ, അമ്മാമ്മ, ഇളയച്ചൻ, ഇളയമ്മ, അച്ഛൻ, അമ്മ, മക്കള്, ഇങ്ങനെ പറയുമ്പോൾ കുറച്ചും കൂടി വലിയ ഫാമിലി ആകുമ്പോൾ എങ്ങനെയാണ് നമ്മള് കുറച്ചും കൂടി എന്താണ് കുറച്ചുകൂടി സോഷ്യലൈസ് ചെയ്യണം. ഒരുപാട് ക്വാളിറ്റീസ് നമ്മൾ അവിടെ നിന്ന് അക്യൂർ ചെയ്യുന്നുണ്ട്. മുതിർന്നവര് നമ്മൾ പറയും, നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ്, കുട്ടികളുടെ ഗ്രാൻഡ് പാരന്റ്സിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്, അക്യൂർ ചെയ്യുന്നുണ്ട്. പാരന്റ്സിന് ഇപ്പൊ നമുക്ക് സാധാരണ രീതിയിൽ ഇപ്പോഴത്തെ പാരന്റ്സിനൊന്നും ടൈമില്ല. പക്ഷെ ഈ ടൈം ഇല്ലെങ്കിൽ പോലും ഈ ഗ്രാൻഡ് പാരന്റ്സ് അവരെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട്. കഥകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നല്ല മോറൽ സ്റ്റോറീസ് ആയിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്, അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കേട്ട് വളർന്നു വരുന്ന കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സോഷ്യൽ ബീങ് ആയിട്ടാണ് മാറുന്നത്. ഇതല്ല നമ്മൊന്ന് വിചാരിച്ചു നോക്കി, ഒരു ന്യൂക്ലിയർ ഫാമിലിയാണ്, അച്ഛനും അമ്മയും മോനും മാത്രമേ ഉള്ളൂ. രാവിലെ അച്ഛനും അമ്മയും ജോലിക്ക് പോവുകയാണ്, മോൻ വീട്ടിലിരിക്കുകയാണ്, അല്ലെങ്കിൽ ക്ലാസ്സിൽ പോകുന്നു വരുന്നു. ഇതൊക്കെ നോക്കാനായിട്ട് ചിലപ്പോൾ ഒരു ജോലിക്കാരെ അവർ ചിലപ്പോൾ അപ്പോയിന്റ് ചെയ്തിരിക്കും. ഈ ജോലിക്ക് നിൽക്കുന്ന ചേച്ചിക്ക് ഈ കുട്ടിയുടെ ഈ മോറൽ ഡെവലപ്മെന്റോ അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെന്റോ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നുണ്ടാവോ? ഇല്ല. പക്ഷെ ഒരു എന്താ പറയാ, ഞാൻ പറഞ്ഞ പോലെ ജോയിന്റ് ഫാമിലി ആണെങ്കിൽ അതിന്റെ പറഞ്ഞു കൊടുക്കാനും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും എല്ലാ കാര്യത്തിനും ആരുണ്ടാവും? ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടാവും. അപ്പൊ മാക്സിമം നമ്മൾ ഗ്രാൻഡ് പാരന്റ്സിന്റെ ഒക്കെ ഒപ്പമാണെങ്കിൽ കൂടുതൽ കുട്ടികൾക്ക് സേഫ് ആയിരിക്കും. ഇപ്പം നമ്മൾ പാരന്റ്സ് ആണെങ്കിൽ പോലും നമ്മൾ പാരന്റ്സ് ആണ്, അപ്പൊ നമ്മള് കുട്ടിനെ ഏൽപ്പിച്ചുകൊണ്ട് ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ഏൽപ്പിച്ചുകൊണ്ട് വരുമ്പോഴാണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ ചെയ്യുന്ന ജോലി നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഞാനാണെങ്കിൽ തന്നെ നിങ്ങൾ പഠിപ്പിക്കാൻ വരുമ്പോൾ തന്നെ എന്റെ അച്ഛനമ്മയുടെ അടുത്തും കുട്ടീനെ ഏൽപ്പിച്ചിട്ടാണ് വരുന്നത്. എനിക്കൊരു ഫീൽ സേഫ് ആണ്. അപ്പൊ നമ്മുടെ സൈസ്, ഫാമിലിയുടെ സൈസ് കുറച്ച് വലുതായത് കൊണ്ടാണ് നമുക്ക് അതങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ന്യൂക്ലിയർ ഫാമിലി ആണെങ്കിൽ അത്രയും പറ്റൂല. അപ്പൊ നമ്മൾ ചെയ്യുമ്പോഴേക്കും കുട്ടികൾ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. കഥകൾ നമുക്ക് പറഞ്ഞു തരണം, ഇങ്ങനെ ഒരു കഥയുണ്ട്, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ്. നല്ല രീതിയിൽ അത് എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പാക്കാം. ഇനി ഫൗണ്ട്നെസ് എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി, ഫാമിലി മെമ്പേഴ്സ് തമ്മിലുള്ള ബോണ്ട് ഉണ്ടല്ലോ, അത് നല്ല ബോണ്ടുള്ള ഫാമിലിയാണ്. ചില പുറത്തുനിന്ന് നല്ലൊരു ബോണ്ടാണ്, തല്ലുപിടുത്തൊന്നും ഇല്ലാത്തൊരു നല്ല ബോണ്ടുള്ള ഫാമിലി ആണെങ്കിൽ നല്ല രീതിയിലായിരിക്കും കുട്ടികളെ എന്ത് ചെയ്യുന്നത്, വളർന്നു വരുന്നത്. ഇനി ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പാരന്റ്സ് കുട്ടികളോടുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണോ അതനുസരിച്ച് കുട്ടിയുടെ ഡെവലപ്മെന്റ്, സോഷ്യൽ ഡെവലപ്മെന്റ് ഇംപ്രൂവ് ചെയ്യും. ഇപ്പൊ നമ്മള് കുട്ടികൾ കളിക്കുമല്ലോ, ചിലപ്പോൾ കുട്ടികൾ എങ്ങനെയാണ്, കുഞ്ഞു പിള്ളേർക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും അവരുടെ പാരന്റ്സിനൊപ്പം കളിക്കണം. അപ്പൊ അവരുടെ പൊളിച്ച് കളിക്കാനും ചെറിയ ചെറിയ കളികളൊക്കെയാണ്, ഒളിച്ചു കളി, അങ്ങനെ എന്തെങ്കിലും കുഞ്ഞി ഹൈഡ് ആൻഡ് സീക്ക് ഒക്കെ ചെയ്യണം, കളിക്കണൊക്കെ നല്ലതാണ്. കുട്ടികളുടെ ഒപ്പം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം നല്ലതാണ്. നമ്മൾ വിചാരിക്കും അയ്യോ അതെന്തിനാണ് കുട്ടികൾ പോയി കളിക്കട്ടെ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ വേണ്ട, കുട്ടികളുടെ ഒപ്പം നിന്ന് അവരുടെ ഒപ്പം അവർ കളിക്കുന്നതിന്റെ ഒപ്പം നിന്ന് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവർക്ക് തോന്നും അവരിൽ ഒരാളാണ് നമ്മൾ വേർതിരിഞ്ഞ, അല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയാ, നമ്മളെന്താ വിചാരിക്കും ഭയങ്കര അധികാരമാണ് എന്നൊക്കെ അങ്ങനെയല്ല, നമ്മൾ അവരിൽ ഒരാളായിട്ടാണ് വേണ്ടി മാറുന്നത്. ഫാമിലി മെമ്പേഴ്സ് ടുവേഴ്സ് ദ ചിൽഡ്രൻ, ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സ് കുട്ടികളോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്നും ഇതില് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. എമംഗ് പാരന്റ്സ്, നമ്മൾ കുട്ടികൾ തമ്മിൽ കുട്ടികളുടെ മുമ്പിൽ വെച്ച ഒരു കാരണവശാൽ ഞാൻ എന്താ പറഞ്ഞത്, പാരന്റ്സ് തല്ല് പിടിക്കാനോ വഴക്ക് പറയാനോ അല്ലെങ്കിൽ കുറച്ച് സൗണ്ട് കൂട്ടി പറയാനോ ഒന്നും പാടില്ല എന്ന് പറഞ്ഞു. കാരണം ഈ കുട്ടികൾ എന്ന് വെച്ചാൽ അവര് ഇപ്പൊ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്യും, ക്യാച്ച് ചെയ്യണ കുട്ടികളാണ്. അവർ കുഞ്ഞുങ്ങളെ
നമ്മളിപ്പോ കാണുന്ന കാര്യങ്ങൾ പെട്ടെന്ന് അവരുടെ മനസ്സിൽ കയറും. അതുകൊണ്ട് ഈ ഫൈറ്റ് ഒക്കെ ചെയ്യുമ്പോൾ മാക്സിമം അത് അവോയ്ഡ് ചെയ്യാൻ നോക്കാം. ഫൈറ്റ് ചെയ്യണമെന്ന് പറയൂല, മാക്സിമം അത് അവോയ്ഡ് ചെയ്യാൻ നോക്കി. ഇനി അങ്ങനെ ഏതെങ്കിലും സിറ്റുവേഷൻ ഫൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡിനോട് അല്ലെ നമ്മൾ എന്താ പറയാ, പേഴ്സണൽ ആയിട്ട് മാറ്റി നിർത്തി ഫൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പേഴ്സണൽ ആയിട്ട് മാറ്റി നിർത്താം. ഒരിക്കലും കുട്ടികളുടെ മുമ്പിൽ ഒരിക്കലും എന്ത് ചെയ്യുന്നത്, ഫൈറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ആൻഡ് ബ്രേക്കിംഗ് പോയിന്റ് ടു സെപ്പറേഷൻ എന്ന് വെച്ചാൽ ഇപ്പൊ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഫാമിലീസ് ഒക്കെ ഉണ്ടാവും. സിംഗിൾ മദർ അല്ലെങ്കിൽ സിംഗിൾ പാരന്റ് ഒക്കെ ഉള്ള ഫാമിലീസ് ആണെങ്കിൽ അത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റൂല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് കുട്ടീനെ മനസ്സിലാക്കാം. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ ഫാമിലി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കുറച്ചും കൂടി ഫിയർ കൂടുതലായിരിക്കും. ഇപ്പൊ സിംഗിൾ പാരന്റിന്റെ കുട്ടികളാണെങ്കിൽ കുറച്ചുകൂടി ഫിയർ കൂടുതലായിരിക്കും. ഇനി ഡെത്ത് ഓർ ഡിവോഴ്സ് ആൻഡ് ഇൻ ഇമോഷണൽ ഇൻസ്റ്റേബിലിറ്റി. ഇപ്പം സെപ്പറേഷൻ, ഡെത്ത്, ഡിവോഴ്സ് ഒക്കെ സംഭവിച്ചിട്ടുള്ള പാരന്റ്സിന്റെ കുട്ടികൾക്കാണെങ്കിൽ അവരുടെ ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ആയിരിക്കും. അവരുടെ ഇമോഷൻസ് എങ്ങനെ പ്രകടിപ്പിക്കണമെന്നോ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവർ ഫേസ് ചെയ്യേണ്ടി വരും. ആൻഡ് സോഷ്യൽ മാനേജ്മെന്റ് ഓഫ് ദി ചിൽഡ്രൻസ്. ഇതെല്ലാം കുട്ടികളും വളരെ ചെറിയ, ഞാൻ പറയുന്ന സെപ്പറേഷനോ ഡെത്തോ ഡിവോഴ്സ് ആയിട്ടുള്ള പാരന്റ്സിന്റെ കുട്ടികളാണെങ്കിൽ കുറച്ച് എന്താ പറയാ, ഈ സോഷ്യൽ സിറ്റുവേഷൻസ് ഒക്കെ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൂ. ഇങ്ങനത്തെ സംഭവമുള്ള കുട്ടികളാണെങ്കിൽ കൂടുതൽ പാരന്റ് എന്തെങ്കിലും കൂടുതൽ കെയർ ചെയ്യും. കുറച്ചും കൂടി കൂടുതൽ കെയർ ഒക്കെ ചെയ്യുമ്പോൾ അത് അവരുടെ ക്യാരക്ടറിന് അല്ലെങ്കിൽ ആ സോഷ്യൽ ഡെവലപ്മെന്റ് കുറച്ചും കൂടി ബാധിക്കും. അപ്പൊ ഇതൊക്കെ കുട്ടിയുടെ എന്താണ് സോഷ്യൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസ്. ഇപ്പൊ നമ്മൾ എങ്ങനത്തെ ഫാമിലിയിൽ നിന്ന് നമ്മൾ ഏത് സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസ് ആണ്, നല്ല ഹൈ സ്റ്റാറ്റസ് ആണെങ്കിൽ അത് ഹൈ സ്റ്റാറ്റസ്, അങ്ങനെ എങ്ങനത്തെ സ്റ്റാറ്റസ് ആണോ, നമ്മൾ ഫോളോ ചെയ്യണ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ്, culture, values and ideas, etc. of the family also influence the social development of the child. അത്യാവശ്യം നല്ല എന്താ പറയണത്, നല്ല വിശ്വാസമൊക്കെ ഉള്ളൊരു ഓർത്തഡോക്സ് ഫാമിലി ആണെങ്കിൽ ആ കുട്ടി ആ ഒരു ക്യാരക്ടറിലായിരിക്കും എന്ത് ചെയ്യണത്, ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇപ്പൊ എന്താ പറയാ, ഒരു എന്താ പറയാ, കുട്ടികൾ അതേ വിശ്വാസമൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ നിരീശ്വരവാദിയൊക്കെ ആയിട്ടുള്ള പാരന്റ്സിന്റെ മക്കളാണെങ്കിൽ അവർക്ക് ഈ അമ്പലം അങ്ങനത്തെ ഇതിനോടൊന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല, ഒരു പ്രേയറിനോട് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ ഏത് രീതിയിലാണ് ആ കുട്ടി വളർന്നു വരുന്നത്, ആ കുട്ടിയുടെ ആ ഒരു സോഷ്യൽ അത് എക്കണോമിക് സ്റ്റാറ്റസ് ഒക്കെ കുട്ടിയുടെ സോഷ്യൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് കേരളത്തിലാണെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് നമ്മുടെ കുട്ടികളുടെ സോഷ്യൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പുറം രാജ്യത്തുള്ള ആൾക്കാർ നമ്മുടെ ട്രഡീഷൻ നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ അവിടുത്തെ കുട്ടികൾ നമ്മുടെ കൾച്ചർ ഫോളോ ചെയ്യണമെന്നില്ല, നമ്മളുടെ നാട്ടിലുള്ള കുട്ടികൾ കണ്ടു വളർന്ന ആ കൾച്ചർ അവര് ഫോളോ ചെയ്യും. ഇത്രയുമാണ് ഫാമിലിനെ കുറിച്ച് പറയാനുള്ളത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൈമറി ഏജന്റ് ആണ് നമ്മുടെ കുട്ടികളുടെ സോഷ്യൽ ഡെവലപ്മെന്റിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് ഫാമിലി എന്ന് പറയുന്നത്. ഫാമിലിയുടെ എല്ലാ കാര്യങ്ങളും കുട്ടിയുടെ സോഷ്യൽ ഡെവലപ്മെന്റിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫാമിലിയുടെ സൈസ് ആവട്ടെ, അവിടുത്തെ മെമ്പേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് ആവട്ടെ, അവരുടെ പാരന്റ്സിന്റെ, കുട്ടികളുടെ പാരന്റ്സിന്റെ ആറ്റിറ്റ്യൂഡ് ആവട്ടെ, പിന്നെ ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സിന് കുട്ടിയോടുള്ള ആ ഒരു എന്താ പറയാ, ആ ഒരു എന്താണ് ആറ്റിറ്റ്യൂഡ് ആവട്ടെ, ഇനി എന്തെങ്കിലും സെപ്പറേഷനോ ഡെത്തോ ഡിവോഴ്സോ ഉള്ള പാരന്റിന്റെ മക്കളാണെങ്കിൽ അവരുടെ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എന്താണ് ഇൻസ്റ്റേബിൾ ആയിരിക്കും, ഇമോഷണൽ ഡെവലപ്മെന്റ് ഇൻസ്റ്റെബിലിറ്റീസ് ഉണ്ടാവും. ഇനി ആ ഫാമിലി ഫോളോ ചെയ്യണ എന്താണ് എക്കണോമിക് സ്റ്റാറ്റസ്, കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ്, കൾച്ചർ, വാല്യൂസ്, ഐഡിയാസ് ഒക്കെ കുട്ടീനെ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എന്ത് കാര്യത്തില്, സോഷ്യൽ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ. ഇത്രയുമാണ് ഫാമിലിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് അടുത്ത ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് പിയർ ഗ്രൂപ്പ്സ് ആണ്. നമ്മുടെ കുട്ടികൾ ഫാമിലിയുടെ പുറത്തുള്ള ആൾക്കാർ, ഫാമിലിയുടെ പുറത്ത് എന്ന് പറയുമ്പോൾ എന്താണ്, കൂട്ടുകാരികൾ അല്ലെങ്കിൽ കൂട്ടുകാര് സ്കൂളിലാവട്ടെ, ക്ലാസ് നമ്മുടെ എന്താ പറയാ, വീടിനടുത്ത് കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ടാവും, കളിക്കാനൊക്കെ വന്ന കളിക്കൂട്ടുകാരെന്നൊക്കെ നമ്മൾ പറയും, നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെ അത്രയും നമ്മളുടെ അത്രയും അറ്റാച്ച്മെന്റ് ഒന്നും ഈ ഫ്രണ്ട്സ് ആയിട്ടില്ല. നമ്മൾക്ക് എന്ന് പറയുന്നത്, നമ്മളുടെ ഏജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫോണോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഏജ് എന്ന് പറഞ്ഞാൽ നമുക്ക് കളിക്കൂട്ടുകാരുണ്ടാവും. ഇപ്പൊ വെക്കേഷൻ, ഈ ഓണം വെക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 10 ദിവസം കളിക്കാനുള്ള ദിവസം എന്നുള്ള രീതിയിലായിരിക്കും നമ്മ ആലോചിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്, ആ സമയത്ത് എല്ലാ വീട്ടിൽ നിന്നുള്ള കുട്ടികൾ ഒരുമിച്ച് കൂടി ഒരുമിച്ചായിരിക്കും എന്തിനെ കളിക്കുന്നതും ഒരുപാട് കളികളൊക്കെ കളിച്ച് ആ ഒരു ഏജിൽ നിന്ന് നമ്മ വന്നിരിക്കുന്നത്. ഇന്നത്തെ കുട്ടികൾ അത്രയും അറ്റാച്ച്മെന്റോ അല്ലെങ്കിൽ കളിക്കാൻ പോകുന്നതോ അങ്ങനെയൊന്നും ഇല്ല. ഞാൻ കണ്ടിട്ടില്ല ഇപ്പോഴത്തെ പിള്ളേരുണ്ടാ. ഇപ്പോഴത്തെ പിള്ളേര് ഭൂരിഭാഗം ഫോണിലും അതേപോലെ വീഡിയോ ഗെയിം അങ്ങനത്തെ ഗെയിമൊക്കെയാണ്. കൊറോണയുടെ കൊറോണയൊക്കെ വന്നതോടുകൂടി പിള്ളേർക്ക് ടൈം ഉണ്ടായിരുന്നു, പക്ഷെ അവര് വീടിന്റെ പുറത്ത് കിടക്കാണ്ട് വീടിനകത്തിരുന്ന് എന്ത് കളിക്കാൻ പറ്റും എന്നാണ് ആലോചിച്ചിരുന്നത്.
പക്ഷെ നമ്മുടെ ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ ആ കുട്ടിക്കാലം എന്ന് പറയുന്നത് എന്താണ് നല്ലൊരു എന്താ പറയുക നല്ലൊരു ഏജ് ആയിരുന്നു നമ്മുടെയൊക്കെ. എല്ലാ കുട്ടികളും ഞങ്ങളുടെയൊക്കെ അവിടെ എന്റെ വീട്ടിൽ നിന്ന് വീടിന് ചുറ്റുമുള്ള എല്ലാ കുട്ടികളും ഒരുമിച്ച് ഒരു വീട്ടിലാണ് ഒരു ഗ്രൗണ്ട്, അത്യാവശ്യം വലിയ പ്ലേസ് ആണ്. അവിടെ വന്ന് കൂടി എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഇങ്ങനെ കളിച്ചിരുന്നത്. അവിടെ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ അക്യൂർ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങള് നൈബർഹുഡ് ആണ്, അയൽത്തുള്ള ആൾക്കാരാണ്. പക്ഷെ എന്നാലും നമ്മുടെ എന്താ ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു, ഫാമിലി അറ്റാച്ച്മെന്റ് ആണ്. അതേപോലെ ഭയങ്കരമായിട്ട് എന്താ പറയാ അവരായിട്ട് ഭയങ്കര എന്താ പറയാ നമുക്ക് എന്തൊക്കെയാണ് അവര് നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് കളിക്കൂട്ടായിരുന്നു. അവരൊക്കെ വേറെ വേറെ സ്ഥലത്ത് പോയാലും നമ്മൾ കാണുമ്പോ അവരുടെ ആ പഴയ ഒരു രീതിയിലേക്ക് തന്നെ നമുക്ക് പോണത്. പഴയ ആ കുട്ടികളെ പോലെ തന്നെയാണ് നമ്മള് കാണുമ്പോ. ഇപ്പൊ കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല ഓണോ വിഷു ഒക്കെ വരുമ്പോ വീട്ടില് വരുമ്പോ മാത്രമാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണണമെങ്കിലും നമുക്ക് ആ ഒരു ഏജിലുള്ള ആ ഒരു അവരെ തന്നെയാണ് നമ്മൾ ഇപ്പോഴായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്, അവരെ പോലെ തന്നെ ഫീൽ ചെയ്യുന്നത്. അപ്പൊ കളിക്കൂട്ടുകാര് ഇവരൊക്കെ നമ്മുടെ സോഷ്യൽ ഡെവലപ്മെന്റ് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം പിയർ ഗ്രൂപ്പ്സ്. The children is introduced to social world outside his family in many circumstances. നമ്മുടെ കുട്ടികൾ ഫാമിലി അല്ലാതെ അടുത്ത സോഷ്യലിനെ വേൾഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ചില സർക്കംസ്റ്റാൻസസ്. The peer groups satisfy different requirement of children such as acceptance. ഓരോ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനുള്ളത് ഈ പിയർ ഗ്രൂപ്പ് എന്ത് ചെയ്യേണ്ടത് കൊടുക്കേണ്ടത്. പിയർ ഗ്രൂപ്പ് നമ്മള് എന്താ പറയാ ഒളിച്ചുകളി കളിക്കുകയാണെങ്കിൽ എന്താണ് നമ്മൾ എന്തെങ്കിലും കൗണ്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരാൾ നിൽക്കാറുണ്ട്. കൗണ്ട് ചെയ്യാൻ നിൽക്കുന്ന ആൾക്ക് ഒളിക്കാനൊന്നും പറ്റാറില്ല. അപ്പൊ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, കൗണ്ട് ചെയ്യാൻ നോളാ എന്നുള്ള അക്സെപ്റ്റൻസ് വരെയാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ആള് അത് അക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ അവിടെ തന്നെ അക്സെപ്റ്റൻസ് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ എന്താണ് എണ്ണി ഓർമ്മയില്ലേ എല്ലാവരെയും നിർത്തിയിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് തന്നെ എണ്ണിയിട്ട് ഒരാൾ പോയിട്ടായിക്കോളും എന്താണത്, ബാക്കി എല്ലാവരും പോയി എന്ത് ചെയ്യും ഒളിച്ചിരിക്കും. അതൊക്കെ എന്താണ് ഒരു അക്സെപ്റ്റൻസ് ആണ്. കാര്യങ്ങളെ നമ്മളിങ്ങനെ അക്സെപ്റ്റ് ചെയ്യണം, ഞാൻ എണ്ണിക്കോളാം എന്നുള്ള കാര്യം അവരപ്പോഴേ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയാണ്. അതൊരു സോഷ്യൽ ഡെവലപ്മെന്റ് ആണ്. എന്ന് വെച്ചാൽ ആ കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യുക. ഇനി വരാൻ പോകുന്ന ലൈഫിൽ വന്ന ഭൂരിഭാഗം സിറ്റുവേഷൻസും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമെന്ന് ചെറുപ്പത്തിലേ പഠിച്ചു തന്നെയാണ്. അച്ചീവ്മെന്റ്സ് നമ്മൾ ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ചെറിയ ചെറിയ ഗെയിമൊക്കെ കളിച്ച് ജയിക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും ആ സമയത്ത് ഉണ്ടായിരുന്ന സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരു സന്തോഷമായിരിക്കും. അഫെക്ഷൻസ് എന്ന് വെച്ചാൽ നമ്മൾ ആ ടീമായിട്ടൊക്കെ കളിക്കുമ്പോൾ നമുക്ക് തമ്മിലോട് അഫെക്ഷൻസ് ഉണ്ടാവും. പിന്നെ അപ്രൂവൽ, ചില കാര്യങ്ങളൊക്കെ നമ്മൾ അപ്രൂവ് ചെയ്യാറുണ്ട്. ബിലോങ്നെസ്, നമുക്ക് ആരെങ്കിലൊക്കെ എന്നുള്ള ഒരു ഫീല്, റെക്കഗ്നൈസേഷൻ, മനസ്സിലാക്കാനായിട്ട്, നമ്മുടെ തോട്ട്സ് എക്സ്പ്രസ് ചെയ്യാനായിട്ട്, നമ്മുടെ അഭിപ്രായം പറയാനായിട്ട്, നമ്മുടെ ഒപ്പീനിയൻസ് അവരോടായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ എന്ത് ഹെൽപ്പ് ചെയ്യേണ്ട ഈ പിയർ ഗ്രൂപ്പ്സുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ പിയർ ഗ്രൂപ്പ്സിലാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. The child pick up the habits and the social qualities of its companions. അതേപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ ഹാബിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യും, പിക്കപ്പ് ചെയ്യും. അതേപോലെ അവരുടെ നല്ല ക്വാളിറ്റീസ് ഒക്കെ നമ്മൾ എടുക്കും. നമ്മുടെ കമ്പാനിയന്റെ നല്ല ക്വാളിറ്റീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, അക്യൂർ ചെയ്യും, കണ്ടു പഠിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആദ്യം അറിഞ്ഞൂടാ, ഞാനപ്പോ അതിന് കളി കാണുള്ളായിരുന്നു. അത്യാവശ്യം ഇവര് കളിക്കുമ്പോൾ ഞാൻ വന്നിട്ട് കളി കാണും. പിന്നെ എനിക്ക് അവർ പഠിപ്പിച്ചു തന്നു. പിന്നെ അത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എനിക്കൊരു ഹാബിറ്റ് പോലെ ഞാനിപ്പം എന്താ പറയാ മാരേജ് ഒക്കെ കഴിയണവരെ എന്റെ ഒരു ഹാബിറ്റ് പോലെ തന്നെ ഞാൻ ഫോളോ ചെയ്തിരുന്നു. അപ്പൊ എന്താണ് അങ്ങനത്തെ ഒരുപാട് ക്വാളിറ്റീസ് ഒക്കെ നമുക്ക് ഈ പിയർ ഗ്രൂപ്പ്സിന് എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമ്മളിപ്പോ എന്താ പറഞ്ഞത്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സോഷ്യലൈസേഷൻ ആണ് പറഞ്ഞത്. രണ്ട് മെയിൻ ആയിട്ടുള്ള ഫാക്ടേഴ്സിനാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് പറഞ്ഞത് ഫാമിലി, സെക്കൻഡ് പറഞ്ഞത് പിയർ ഗ്രൂപ്പ്സ്. ഇത് മനസ്സിലായ എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യം? ഓക്കെ, മിസ് ഇപ്പൊ പറഞ്ഞില്ലേ ഈ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ അധികം പുറത്തിറങ്ങി കളിക്കാറില്ലെന്ന്. ഇപ്പൊ ഞാനിവിടെ ആന്റിയുടെ വീട്ടിലാ. അപ്പൊ ആന്റിയുടെ വീട്ടിലെന്ന് വെച്ചാൽ ഉമ്മച്ചിയുടെ അനിയത്തിയുടെ മക്കള്, രണ്ട് അനിയത്തിമാരുടെ മക്കളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ക്ലാസ് കേൾക്കുമ്പോ അവരൊക്കെ പുറത്ത് മണ്ണപ്പം ചുട്ട് കളിച്ചോണ്ടിരിക്കുക, പഴയ കളികളൊക്കെ. എല്ലാരും ഇപ്പൊ അവരെല്ലാരോടും വന്നോണ്ട് ഇങ്ങോട്ട് കൂടിയത്, എല്ലാരോടെ കൂടി. ഇനി സ്കൂൾ തുറക്കാറാകുമ്പോ ഞായറാഴ്ച എല്ലാരും പോവും. എല്ലാരും പുറത്തിറങ്ങി കളിച്ചോണ്ടിരിക്കുക. നാട്ടും പുറത്തൊക്കെ അങ്ങനെ എപ്പോഴും. എല്ലായിടത്തും നിന്നാണല്ല പറഞ്ഞേട്ടാ.
ചില സ്ഥലങ്ങളിൽ ഇപ്പൊ ഇങ്ങനെയാണ്. ഇപ്പൊ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കും. ഇപ്പൊ ജോലിയുള്ള പാരന്റ്സ് ആണെങ്കിൽ ഓണം കഴിഞ്ഞപ്പോ തന്നെ എന്താണ് ഗ്രാൻഡ് പാരന്റ്സ് എന്റെ അടുത്ത് പോയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് തിരിച്ചൊരു എങ്ങോട്ട് പോയിട്ടുണ്ടാവും, ആ ഒരു ഫാമിലിയിലേക്ക് അല്ലെങ്കിൽ ആ ഫ്ലാറ്റിലേക്ക് പോയിട്ടുണ്ടാവും. അവിടെ ഉള്ള കുട്ടികളാണല്ലോ, അവർക്കും ഈ ഡെവലപ്മെന്റ് ഉണ്ടാവില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. വെച്ചാൽ നമ്മള് കളിച്ച കളികൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികള് ഇപ്പൊ അത്യാവശ്യം ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല. പക്ഷെ ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന കുട്ടികൾക്ക് ഈ പറഞ്ഞ ഒരു ഷെയറിങ്, ഈ പറഞ്ഞ നമ്മൾ എൻജോയ് ചെയ്ത ആ ഒരു എന്താ പറയാ ആ ഒരു കുട്ടിക്കാലം അവർക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റണില്ല എന്ന് ഉദ്ദേശിച്ചേട്ടാ. മനസ്സിലായി. അതിപ്പോ എല്ലാരും കൂടെ ഉള്ളോണ്ട് അങ്ങനെ കളിക്കുന്നത്, അല്ലെങ്കിൽ ഫോണിലും ടിവിയിലൊക്കെ ആയിട്ടിരിക്കും. നമ്മൾ സാധാരണയാണെങ്കിൽ പിള്ളേര് എത്ര പറഞ്ഞാൽ ആ ഫോണിൽ നിന്ന് ഫോൺ താഴ്ത്ത് വെക്കാറില്ല. ഇപ്പൊ കൂട്ടുകൂടാനായിട്ട് ആൾക്കാരുണ്ടെങ്കിൽ അതെന്താണ് ആ ഒരു രീതിയിലേക്ക് വന്നോളും. അപ്പൊ നിങ്ങൾക്ക് ഈ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ സോഷ്യലൈസേഷൻ നിങ്ങൾക്ക് എന്താ മനസ്സിലായിരുന്നു? ഫസ്റ്റ് ഫാമിലിയെ കുറിച്ച് എന്താ മനസ്സിലായെന്നുള്ള കാര്യം പറയണം. പിയർ ഗ്രൂപ്പ്സിനെ കുറിച്ച് മനസ്സിലായ കാര്യം പറയണം. ഈ പിയർ ഗ്രൂപ്പ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഇതേപോലത്തെ പിയർ ഗ്രൂപ്പ്സ്. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വാളിറ്റീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കാര്യം പറയണം. ഈ ഫാമിലിയിൽ എന്തെങ്കിലും ക്വാളിറ്റീസ് കിട്ടിയിട്ടുണ്ടെങ്കിലും പറയണം. ആദ്യം ആരാ പറയണത്? ഇത് പറഞ്ഞു കഴിഞ്ഞാ സ്വന്തം അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു മറുപടി ഉണ്ടാവില്ല. നീന പറഞ്ഞോടാ. ഫസ്റ്റ് ഫാമിലി എന്ന് പറയുന്നത്, ഫാമിലിയുടെ പറഞ്ഞ അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമ്മുടെ ഇത് പറയണ്ടേ? ഓക്കെ, ഫാമിലി എന്ന് പറയുന്നത് നമ്മള് അതിന്റെ സൈസ്, നമ്മളിപ്പോ വലിയ ഫാമിലിയിലാണെങ്കിൽ പാരന്റ്സ്, ഗ്രാൻഡ് പാരന്റ്സ് അങ്ങനെ എല്ലാവരും കൂടെ കൂട്ടുകുടുംബമായിട്ട് താമസിക്കുന്ന പിള്ളേർക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും എല്ലാവരുമായിട്ട് നല്ല ഇടപഴകാനായിട്ട് പറ്റും. അവരപ്പം എന്താ ചെയ്യാം, കുറെ ആൾക്കാരെ കാണുന്നുണ്ട്. അതിന്റെ ഇടയിൽ നിന്ന് നമ്മള് പുറത്തേക്ക് വരുമ്പം അവര് ആ ഒരു എന്താ പെട്ടെന്ന് എല്ലാവരുമായിട്ട് തന്നെ കൂട്ടുകൂടാനും എല്ലാത്തിനും ശ്രമിക്കും. അല്ലാതെ വരുന്ന പിള്ളേരാവുമ്പം അവരൊറ്റയ്ക്കായിരുന്നു അവിടെ, പെട്ടെന്ന് കുറെ പേരെ കാണുമ്പോൾ അവർക്കത് ഒരു ബുദ്ധിമുട്ടാണ്. എല്ലാവരുടെ ഇടയിലേക്ക് പോകാൻ ഒരു ചമ്മല്, അവര് എല്ലാത്തിനും മാറി മാറി നിന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടേ ഇതിലേക്ക് ആവുള്ളൂ. എന്നാലും അവരങ്ങനെ മാറി നിൽക്കും. പിന്നെ ഫാമിലിയില് ഡിവോഴ്സ് ഒക്കെ ആയിട്ടുള്ള ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികളാണെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. എല്ലാ കാര്യങ്ങളും അവർക്കൊരു പേടിയായിരിക്കും. അവരെപ്പോഴും ഒറ്റയ്ക്കായതിന്റെ ഒരു ബുദ്ധിമുട്ട്, ആരെങ്കിലും ഒരാളുടെ കൂടെ ആയിരിക്കും. ആ ഒരു ബുദ്ധിമുട്ട് ആ കുട്ടീനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഫാമിലിയിൽ സോഷ്യലായിട്ട് ഇടപഴകാനായിട്ട് ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് ഉണ്ടാവില്ല. ഒരു ഇച്ചിരി ബാക്ക്വേർഡ് ആയിരിക്കും. അത് ശ്രമിച്ചു കഴിഞ്ഞാൽ പാരന്റ്സ് ഒരാളെ ഉള്ളെങ്കിലും നല്ല കെയറോട് കൂടി കൊടുക്കുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടി നല്ല ബെറ്റർ ആയിട്ട് വരും. ഇല്ലാത്ത രീതിയിലുള്ള കുട്ടികളാണ് ബാക്ക്വേർഡ് നിൽക്കുന്നത്. പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, പിയർ ഗ്രൂപ്പിന്റെ കൂടെ നമുക്ക് ഒരുപാട് കുഞ്ഞിനെ നമ്മൾ ചെന്ന് കളിക്കാൻ നേരത്ത് ഇവർക്ക് ആദ്യമേ ഒരു കാര്യം വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഒന്നും അറിയണ്ടാവില്ല. കൂട്ടുകാരുടെ കൂടെ കൂടി കഴിയുമ്പോഴാണ് ഒരു മിഠായി കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കും പകുതി അവനും കൂടെ കൊടുക്കണം എന്നൊരു ചിന്ത അപ്പം ഉണ്ടാകും. നമ്മൾ വീട്ടിൽ നിന്ന് അത് അങ്ങനെ ശീലിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും കൂട്ടുകാരുടെ അടുത്ത് വന്ന് കുറച്ച് ദിവസം ആയി കഴിയുമ്പോൾ അവർക്ക് ആ ഒരു തോട്ട് ഉണ്ടാകും, എൻ്റെ നിന്ന് കുറച്ചൊരു പകുതി അവനും കൊടുക്കണം, അവനത് കിട്ടിയില്ലല്ലോ. അല്ലെങ്കിൽ ഒരാളിപ്പോ ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ അത് തെറ്റാണെങ്കിൽ അത് ചെന്നിട്ട് നീ ചെയ്ത് തെറ്റാടാന്ന് പറയാൻ കൊച്ചുങ്ങൾക്ക് ഒരു തോന്നുന്ന ഒരു ടൈം, അതുവരെ ആ കുട്ടി അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും ഒന്ന് ആർഗ്യൂ ചെയ്യാനും എല്ലാത്തിനും ഒന്ന് അല്ലെങ്കിൽ ബോൾഡായിട്ട് സംസാരിക്കാനായിട്ട് തോന്നുന്ന ഒരു ടൈമാണ് പിയർ ഗ്രൂപ്പ്. പിന്നെ പിയർ ഗ്രൂപ്പിന്റെ കൂടെ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ, നമ്മൾ ഓരോ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങും. നമുക്ക് ഫസ്റ്റ് ഞാൻ ഇപ്പൊ മിസ് പറഞ്ഞ പോലെ തന്നെ കളിക്കാൻ പോകുമ്പോൾ ഞാനാണ് എന്നുണ്ടെങ്കിൽ ഞാനാണ് അത് ചെയ്യണ്ടേ എന്നുള്ള കാര്യം, അങ്ങനെ ഓരോ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങും. അച്ചീവ്മെന്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൽ സന്തോഷിക്കും. അങ്ങനെ കുറെ കാര്യങ്ങൾ പിയർ ഗ്രൂപ്പിൽ ഉണ്ടാവും. പിന്നെ വന്നിട്ട് എന്നില് ഉണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങള് കുഞ്ഞിലെ മുതല് മഠത്തിൽ നിന്നിട്ടാ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ആ മഠത്തില് നമുക്ക് എല്ലാം ഒരു 75 പിള്ളേരോളം മഠത്തില്. മിസ് എനിക്കൊരു കോള് കയറി വന്നാണേ, ഞാൻ ആ കോൾ ഒന്ന് അറ്റൻഡ് ചെയ്തോട്ടെ. ഓക്കേടാ മാം പറയാമോ? പറഞ്ഞോ. ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി നമ്മളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്.
നമ്മളെ ക്യാരക്ടർ മോഡിഫൈ ചെയ്യണതിൽ ഒരുപാട് ഇത് ഫാമിലി എടുക്കുന്നുണ്ട് റോള്. ഇപ്പം നമ്മൾ എന്താ പറയുക, മുതിർന്നവർ ഇപ്പോൾ ഒരു ആള് വീട്ടിൽ വരുമ്പോൾ തുടങ്ങി ഇങ്ങോട്ട് അവർ പെരുമാറണ ഒരു രീതി കണ്ടുകൊണ്ടാണ് കുട്ടികൾ വളരുന്നത്. അങ്ങനത്തെ ഒരു ഇതില്ലാത്ത വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ആ ഇതും കുറവായിരിക്കും. ഒരാളോട് എങ്ങനെ പെരുമാറുക, ഒരു ഗസ്റ്റിനോട് എങ്ങനെ പെരുമാറുക, ഒരു നൈബറിനോട് എങ്ങനെ പെരുമാറുക, ഈ കാര്യങ്ങളൊക്കെ ഫാമിലി നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഫാമിലിക്ക് അതിനൊരു വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. നമ്മളെ കൾച്ചർ, നമ്മളുടെ എങ്ങനെയാണ് നമ്മളെ രീതികൾ എല്ലാം എല്ലാം നമ്മളുടെ പാരൻസോ അല്ലെങ്കിൽ ഫാമിലിയിലുള്ളവരോ കാണിക്കുന്നത് കണ്ടിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. അതുപോലെ എല്ലാം ഒരു ലൈഫിന്റെ മെയിൻ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് ഫാമിലിയിൽ ഉള്ള, പ്രത്യേകിച്ച് അമ്മമാരോ ഒക്കെ കാണിക്കുന്നത് കണ്ടിട്ടാണ്. പിന്നെ വരുന്നത് പിയർ ഗ്രൂപ്പ്. അപ്പൊ അതിൽ നിന്ന് അത് കുട്ടികൾ ഒരുപാട് പഠിക്കുന്നുണ്ട്. മാനേഴ്സുകളും കാര്യങ്ങളും എല്ലാം കുട്ടികൾ പഠിക്കുന്നുണ്ട്. പിന്നെ വരുന്ന പിയർ ഗ്രൂപ്പാണ്. പിയർ ഗ്രൂപ്പിലേക്ക് വരുമ്പോഴത്തേക്കും മാം കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇടയ്ക്കൊക്കെ കേൾക്കാട്ടോ. ആ, പിയർ ഗ്രൂപ്പിലേക്ക് വരുമ്പോഴത്തേക്കും പിയർ ഗ്രൂപ്പിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. പിയർ ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ടോളറൻസ് എങ്ങനെയാണ് ക്ഷമിക്കുക, അതായത് നമുക്ക് ഒരാള് വെച്ചാൽ നമുക്ക് ഫാമിലിയിലാവുമ്പോൾ കുറേയൊക്കെ നമുക്കിപ്പോൾ പാരൻസിനോടാകുമ്പോൾ കുട്ടികൾ കുറേയൊക്കെ പൊട്ടിത്തെറിക്കും, കുറേയൊക്കെ അങ്ങോട്ട് ഇതാക്കുകയൊക്കെ ചെയ്യും. പക്ഷേ പിയർ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ അത്രക്കൊരു ഫ്രീഡം അവർക്ക് കിട്ടാണ്ടാവുമ്പോൾ അവർ മനസ്സിലാക്കും എങ്ങനെയാണ് അതിനെ അടക്കി വെക്കേണ്ടത്, അല്ലെങ്കിൽ അതുപോലെ ജയപരാജയങ്ങൾ അത് നേരിടണ ഒരു എക്സ്പീരിയൻസ് അവർക്ക് കിട്ടും. പറഞ്ഞമാതിരി ഷെയറിങ് എന്നൊരു മെന്റാലിറ്റി അവർക്ക് വരും. പിന്നെ അവര് എന്താ പറയാ, കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യുമ്പോഴാണ് അവരുടെ കുറവുകൾ അവർ മനസ്സിലാക്കി തുടങ്ങുക. അവർക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അവർക്ക് ഇന്ന തെറ്റുകളുണ്ടെന്ന് കുറച്ചും കൂടെ. പിന്നെ അവർ ഫ്രീ ആയിരിക്കും കുറച്ചും കൂടെ. പാരൻസിനായിട്ട് ഷെയർ ചെയ്യണതിനെക്കാട്ടിയും കൂടുതൽ പിയർ ഗ്രൂപ്പിനായിട്ട് കുറച്ചും കൂടെ ഷെയർ ചെയ്യാനുള്ള ഒരു ഫ്രീഡം അവർക്ക് ഉണ്ടാവും. അപ്പൊ അതിൽ നിന്നും കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. പിന്നെ ഈ പറഞ്ഞ മാതിരി എന്താ പറയാ, തോൽവിനെ നേരിടാനുള്ള ഒരു കരുത്തും കിട്ടുന്നത് പിയർ ഗ്രൂപ്പിനായിട്ട് കളിച്ചു വളർന്ന കുട്ടികൾക്കായിരിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ, എൻ്റെ ലൈഫിൽ തന്നെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഞങ്ങൾ ഫ്ലാറ്റിലായതുകൊണ്ട് മോന് അധികം ആരും കളിക്കാനൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അവന് ചെറിയ ഒരു തോൽവി വന്ന, അല്ലെങ്കിൽ ചെറിയ ഒരു നോകൾ പോലും അവന് താങ്ങാൻ പറ്റണ്ടായിരുന്നില്ല. ചെറിയ കാര്യങ്ങൾ പോലും അവനത് ടോളറേറ്റ് ചെയ്യാൻ പറ്റണില്ല. പക്ഷെ ഞാൻ കളിക്കാൻ വിട്ട് തുടങ്ങി, കളിച്ച് വന്നു തുടങ്ങിയപ്പോൾ അവനത് മാറി. കാരണം ആ പിയർ ഗ്രൂപ്പിൽ ചെല്ലുമ്പം അവര് കൂടെ കളിക്കും. അപ്പൊ ചിലതിൽ അവൻ തോൽക്കും, ചിലതിൽ ജയിക്കും. അപ്പൊ തോൽവികൾ അവസാനമല്ല, ഇനിയും ചാൻസസ് ഉണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നത് പിയർ ഗ്രൂപ്പിൽ ചെല്ലുമ്പോഴാണ്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പിയർ ഗ്രൂപ്പിൽ നിന്നുള്ളൊരു ഇതുകളാണ് കിട്ടുന്നത്. പിന്നെ അറ്റാച്ച്മെന്റ്, അഫെക്ഷൻസ് ഒക്കെ അവർ അങ്ങനെയാണ് പഠിക്കുന്നത്. ഒരു ഫ്രണ്ട് ഇപ്പം നമ്മൾ നാട്ടിൽ പോയി തിരിച്ചു വരുമ്പോൾ, നാട്ടിൽ പോകുമ്പോൾ അവർക്ക് മിസ് ചെയ്യുന്നു അവന്റെ ഫ്രണ്ട്സിനെ. അപ്പം ആ ഒരു ഇമോഷൻസ്, ആ ഒരു പിരിഞ്ഞ് നിൽക്കുമ്പോ ഉള്ള ഒരു അതൊക്കെ കുട്ടികൾ ആ പിയർ ഗ്രൂപ്പിൽ നിന്ന് വരുമ്പോഴാണ് പഠിക്കുന്നത്. ഓക്കെ, ഇനി ആരാണ് പറയുന്നത്? മാം ഞാൻ പറയാം. Yeah. മാം ഞാൻ റിനീഷയാണ്. എൻ്റെ ഫോൺ കുറച്ച് ദിവസമായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പം ഞാൻ വേറൊരു ഫോണിൽ എൻ്റെ സിം ഇട്ടിട്ട് ചെയ്യാതെ നേരെ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, റെക്കോർഡ് ക്ലാസ് കേൾക്കാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട്. കുഴപ്പമില്ല, പറഞ്ഞോടാ. ഞാൻ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഫാമിലി എന്ന് പറയുമ്പോൾ വലിയൊരു സൈസ് ഓഫ് ഫാമിലി ആണെങ്കിൽ ആ ഫാമിലിയിൽ ഇപ്പം ഒരു കുറേ പേരുണ്ടാവും. അപ്പൊ ആ ഒരു എല്ലാ മെമ്പേഴ്സിനും ഇപ്പം ബഹുമാനിക്കാൻ, ഇപ്പൊ ഷെയറിങ് ആയാലും അതുപോലെ സ്നേഹം, കെയർ, അങ്ങനെ എല്ലാത്തിനും കുട്ടികൾ പഠിക്കും കുറേ പേരുണ്ടെങ്കിൽ. അപ്പം അതുപോലെ സിംഗിൾ പാരൻസ് ആണെങ്കിൽ അവര് പാരൻസ് ജോലിക്ക് പോയിട്ട് വരും, കുറച്ച് സമയം പിന്നെ അവരുടെ കാര്യങ്ങളായി കുട്ടികളോട് അവരെ കൂടുതലായിട്ട് മിങ്കിൾ ചെയ്യാനായിട്ട് അവർക്ക് ടൈം കിട്ടുന്നില്ല. അപ്പൊ കുട്ടികൾ കുറച്ചുകൂടെ അത് ബാക്കിലോട്ടാവും, കൂടുതൽ കുട്ടികൾ ബോൾഡ് ആവുന്നില്ല എന്നുള്ളതാണ്. കൂടുതൽ ചിലപ്പോൾ ഫോണിലായിരിക്കാം, ചിലപ്പോൾ TV, കമ്പ്യൂട്ടർ, അങ്ങനെയുള്ള ഇലക്ട്രിക് ഉപകരണങ്ങളോട് അവർ കൂടുതൽ അവരതിനെയായിരിക്കും കൂടുതൽ സ്നേഹിക്കുക. കൂടുതൽ പുറത്ത് എന്താ നടക്കുന്നെന്നുള്ളത് അവർ അറിയുന്നില്ല. അപ്പം മറ്റുള്ള ഫാമിലി, വലിയൊരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഈ കുറെ കുട്ടികൾ ഉണ്ടാവാം, കളിക്കാം, അവര് കുറെ ഷെയറിങ് കാര്യങ്ങൾ പഠിക്കും. കൂടുതലായിട്ടുള്ള അവര് ഫാമിലി ആയിട്ടുള്ള എല്ലാവരായിട്ടുള്ള കാര്യങ്ങളിലും അവർ ഏർപ്പെടുക. എന്ന് വെച്ചാൽ അപ്പോൾ കിച്ചണിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായിക്കുക, ഹെൽപ്പ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾ ചെറുതിൽ തന്നെ ഇരിക്കുമ്പോൾ ഓരോന്നായിട്ട് അങ്ങനെ പഠിച്ചു വരികയും ചെയ്യും. പിന്നെ പാരൻസിനുള്ള ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ
ആറ്റിറ്റ്യൂഡ് ഓഫ് പാരൻസ്. അവര് ഈ പറഞ്ഞ പോലെ ഈ ചെറിയ കുട്ടികളാണെങ്കിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും കഥകളായിട്ട്. ഇപ്പോൾ സീനിയർ സിറ്റിസൺ ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ അവര് ഈ ചെറിയ കുട്ടികൾക്ക് അവര് വളർന്നതും അല്ലെങ്കിൽ അവര് ജോലി ചെയ്തതും അവരുടെ അനുഭവങ്ങളും അല്ലെങ്കിൽ അവരെ കാര്യങ്ങളും കഥകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ കുട്ടികൾ അത് കുറെ കേട്ട് വളർന്ന് അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് കൂടെ ഈ കുട്ടികൾക്ക് കിട്ടും. അല്ല ഇപ്പൊ സിംഗിൾ പാരന്റ്സിന്റെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊന്നും സമയം കിട്ടുന്നില്ല. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികൾക്കത് കേൾക്കാനും ഉള്ള ഒരു സമയം ഉണ്ടാവില്ല. അവർ ഫുൾ ടൈം ഫോണിലൊക്കെ ആയിരിക്കും. കളിക്കുക അല്ലെങ്കിൽ പുറത്തായിട്ടുള്ള ഉള്ള ഒരു അറ്റാച്ച്മെന്റ് കുട്ടികൾ കുറവായിരിക്കും ആ കുട്ടികൾക്ക്. പിന്നെ പിയർ ഗ്രൂപ്പ്സ് ആണെങ്കിൽ ഇപ്പൊ പുറമെ കളിക്കാൻ പോകുന്ന കുട്ടികളൊക്കെയാണ് ഇപ്പൊ കൂടുതൽ. ഇപ്പൊ എന്റെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്റെ മോനൊക്കെ ആണെങ്കിൽ നേരത്തെ ഈ ഫോണിലൊക്കെ ആണ് അവൻ കൂടുതലായിട്ട് കളിച്ചിരുന്നതൊക്കെ. പിന്നെ ഞങ്ങൾ എപ്പോഴും കളിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഇവനെ പ്രോത്സാഹിപ്പിക്കുക ചെയ്യുക. കൂടുതൽ കളിക്കാൻ പോയിക്കോ. ഇവനാണെങ്കിൽ അതിൽ താല്പര്യമില്ല. അപ്പൊ അങ്ങനെ ഇരിക്കും. അപ്പൊ കൂടുതൽ ഈ ഫോൺ കൊടുക്കാതെ അങ്ങനെ വാങ്ങി വെച്ച് പിന്നെ കളിക്കാനായിട്ട് ഇപ്പൊ പോകുമ്പോൾ ഇപ്പൊ അവന് ഭയങ്കര ഇഷ്ടമാണ് കളിക്കാൻ. കാരണം കളികളിലൊക്കെ കുറെ ടൈം സ്പെൻഡ് ചെയ്യും, കുറെ കുട്ടികളായിട്ട് കളിക്കുക. അങ്ങനെയൊക്കെ ആവുമ്പോൾ കുറച്ചുകൂടെ മൈൻഡ് കുറച്ചുകൂടെ ഒരു ഇതാവും. പിന്നെ കളിക്കുന്ന കുട്ടികളോട് തന്നെ എപ്പോഴും കൂട്ടിടുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കൂടുതൽ എന്താ കുറച്ചുകൂടെ ബോൾഡ് ആയി എന്നുള്ളതാണ്. ഈ ഫോണിൽ നിന്ന് തന്നെ അതിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടെ കുട്ടികൾ ഫുള്ളും ചുറ്റും നടക്കുന്നത് എന്താണെന്നും കൂടി അറിയണല്ലോ കുട്ടികൾ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ കൂടെ മനസ്സിലാക്കാനും പഠിക്കാനും അല്ലെങ്കിൽ ഇപ്പോൾ സൈക്ലിംഗ് ആണെങ്കിൽ കൂടെ അവർക്കത് പഠിക്കാനുള്ള ഒരു നല്ലൊരു ഇൻട്രസ്റ്റിങ്ങും ഒക്കെ വരും. അതുമായിട്ട് മുന്നോട്ട് പോകും. അതുപോലെ പല കളികളുണ്ടല്ലോ, ആ കളികളിലൊക്കെ ഏർപ്പെടുമ്പോൾ കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇത് കൂടെ കിട്ടും. അതുകൊണ്ട് ഹെൽത്തി ബോഡിന്നോ അല്ലെങ്കിൽ കുറച്ചുകൂടെ അവരുടെ മൈൻഡ് റിലാക്സേഷൻ അങ്ങനെയൊക്കെ ആവും. ഈ ഫോണിലിരിക്കുന്നേക്കാളും കുറച്ചുകൂടെ കുട്ടികൾ ബോൾഡായിട്ട് മാറുകയും ചെയ്യും. അതാണ് ഈ പിയർ ഗ്രൂപ്പ്സിന്റെ പിന്നെ കുറച്ച് കൂടുതൽ ഷെയറിങ്ങും കുറച്ച് കൂടുതൽ കുട്ടികൾ എന്താ പറയുക സെന്റിമെന്റ്സും കാര്യങ്ങളും. കാരണം ആ കുട്ടിക്ക് എന്തെങ്കിലും കിട്ടിയില്ല അപ്പൊ അവന് കിട്ടിയില്ല, അല്ലെങ്കിൽ ഈ കുട്ടി അവരെ ഫാമിലിയിൽ ഇങ്ങനെയാണ്, അങ്ങനെ കുട്ടികൾക്ക് കുറിച്ച് ഓരോ ഫാമിലി മെമ്പേഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ കുട്ടികളെ കുറിച്ചോ അല്ലെങ്കിൽ ആ കുട്ടി അനുഭവിക്കുന്ന വേദനകളെ കുറിച്ചോ ഒക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും കൂടുതൽ. അപ്പൊ ഈ വീടിനുള്ളിൽ തന്നെ ഇരിക്കുന്ന കുട്ടികൾക്കാവുമ്പോ അത് അവർക്ക് അറിയാൻ പറ്റുന്നില്ലല്ലോ, പുറമെ പോവാണ്ടൊക്കെ അറിയാൻ പറ്റുന്നില്ല. അപ്പൊ ഈ പിയർ ഗ്രൂപ്പ്സ് കുറച്ചുകൂടെ കുട്ടികളെ ബോൾഡ് ആക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. കുറച്ചുകൂടെ കുട്ടികൾക്ക് അവരുടെ ലൈഫിൽ തന്നെ ആ ക്വാളിറ്റികളൊക്കെ അവരൊക്കെ എന്താ പറയാ അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. നീന കംപ്ലീറ്റ് ചെയ്തോട്ടാ പറഞ്ഞത്. ഓക്കെ മാം. ഞാൻ പറഞ്ഞതേ, ഞാൻ മഠത്തിൽ നിന്നിട്ടായിരുന്നു പഠിച്ചിരുന്നേ. അപ്പൊ ആ ടൈമിൽ എനിക്ക് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴും വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രെയർ മസ്റ്റ് ആണ് അവിടെ. അപ്പൊ നമ്മൾ അത് എവിടെയാണെങ്കിലും നമ്മൾ ആ ഒരു കാര്യം ചെയ്യാതെ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. പ്രെയർ നമ്മൾ എന്ത് കാര്യം പഠിക്കുന്നതിന് മുമ്പാണെങ്കിലും നമ്മൾ അവിടുന്ന് പോകുന്നതിന് ശേഷമാണെങ്കിലും പഠിക്കാൻ ബുക്ക് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിൽ ഒരു പ്രെയർ പോലെ ഒരു ഇത് തോട്ട് വരും. അങ്ങനെ ചെയ്തിട്ട് പോകാന്നുള്ളത്. പിന്നെ 4 മണിയാകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി ആ സമയത്ത് നമ്മൾ കളിക്കണം. അവിടെ നിർബന്ധമാണ് 4 മണി തൊട്ട് 5 മണി വരെയുള്ള ടൈം കളിച്ചിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ആ ടൈമിൽ ആർക്കും എഴുതാനോ പഠിക്കാനോ വേറെ ഒരു പരിപാടി നടക്കില്ല. നമുക്ക് സ്കൂളും എല്ലാം അടുത്ത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് 4 മണിയാകുമ്പോൾ സ്കൂൾ വിട്ട് ഈ ഓഫനേജിൽ വന്നു കഴിഞ്ഞാൽ അത് തൊട്ട് 5 മണി വരെ നമ്മൾ കളിച്ചിട്ടുണ്ടാകണം. ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് എവിടുന്നാന്ന് അറിയില്ല, പുറത്തിറങ്ങിപ്പോയി എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണം. വീടിന്റെ ഉള്ളിൽ നമുക്ക് ഇരിക്കാൻ തോന്നില്ല കളിക്കാനായിട്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഡിഗ്രി ടൈമിലേക്ക് വന്നപ്പോഴും അവിടെ ഹോസ്റ്റലിലാണ് ഞാൻ നിന്നത്. വീടിനടുത്ത് നമുക്ക് സ്കൂളില്ലാത്തത് കൊണ്ട് ആ ടൈമിൽ പോയിട്ടും അവിടെ ജിമ്മുണ്ട്, ജിമ്മിൽ പോകുമായിരുന്നു. അപ്പൊ ഈ 4 മണി ടൈമിൽ നമ്മൾ നേരത്തെ ചെയ്തൊരു കാര്യമാണ് പുറത്തിറങ്ങി കളിക്കുക എന്നുള്ളത്. അത് വൈകുന്നേരം ആയപ്പോൾ ഇങ്ങനെ ഇതിലേക്ക് മാറി. ഇവിടെ വീട്ടിലാണെങ്കിലും ഈ ഒരു സമയം 4 മണിയാകുമ്പോൾ ഞങ്ങൾ ഞാനും പിള്ളേരും അടുത്ത വീട്ടിലെ കൊച്ചുങ്ങളും കൂടെ കൂടിയിട്ട് അടുത്ത വീട്ടിലെ പിള്ളേരും കൂടെ കൂടിയിട്ട് ഇവിടെ ഈ സൂംബ ഡാൻസ് പോലത്തെ സാധനമില്ലേ, അതിപ്പോ ഞങ്ങൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് എന്തെങ്കിലും ഒരു സാധനം ആ ഒരു 4 തൊട്ട് 5 മണി വരെയുള്ള ടൈമിൽ വെറുതെ ഇരിക്കാൻ തോന്നില്ല. അതെന്തോ കുഞ്ഞിലേ ചെയ്തത് കൊണ്ടായിരിക്കാം ആ ഒരു സംഭവം ശീലമായി പോയി. ഓക്കേടാ, നല്ല കാര്യമാണ്. നീ അടുത്താരാ പറയണത് ഫാമിലി പിയർ ഗ്രൂപ്പ്സിനെ കുറിച്ചും പിന്നെ അവരുടെ എക്സ്പീരിയൻസ് ആരാ ഷെയർ ചെയ്യുന്നത്? ഞാൻ പറയാമോ? പറഞ്ഞോളാം.
ഫാമിലിയിൽ നമ്മുടെ പണ്ടൊക്കെ ആവുമ്പോൾ നമുക്ക് കൂട്ടുകുടുംബമായിരുന്നു. അപ്പൊ ഈ ജോയിന്റ് ഫാമിലിയിലുള്ള അങ്ങനെ വളർന്നവർക്ക് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ടായിരിക്കും. കാരണം ഇപ്പൊ ഒരു കൂട്ടുകുടുംബം എന്ന് പറയുമ്പോൾ അതിൽ ഒരു 10 പേരാണെങ്കിൽ ഈ 10 ആളുകളുടെയും സ്വഭാവം ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ ആ മറ്റുള്ളവരുടെ അവരുടെ ഇമോഷൻസിനെയും അല്ലെങ്കിൽ അവരുടെ ആ സ്വഭാവത്തെ അവർ ഓരോ സമയത്ത് എങ്ങനെ പെരുമാറും അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ഓരോ കാര്യങ്ങളോട് റിയാക്ട് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഓരോരുത്തരുടെയും സ്വഭാവങ്ങളും അവരുടെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും കൂട്ടുകുടുംബത്തിൽ ജീവിച്ചിരുന്ന സമയത്ത്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എല്ലാ സിറ്റുവേഷനെയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റുമായിരുന്നു. പക്ഷെ ഇന്നത്തെ ഒരു കുട്ടികൾക്ക് എന്ന് വെച്ചാൽ ആ ഒരു ക്വാളിറ്റി ഇല്ല. കാരണം അവര് ഇപ്പൊ എല്ലാം അണുകുടുംബങ്ങളായി. അപ്പം അവരാകെ കാണുന്നത് അച്ഛനെ അമ്മയെ അല്ലെങ്കിൽ ഒരു സിസ്റ്റർ. അപ്പൊ അധികം കുടുംബങ്ങളിലും എന്താ പറയുക ഒരു കുട്ടിയെ ഉണ്ടാവുള്ളൂ. അപ്പൊ അവർക്ക് കണ്ടു വളരാനോ അല്ലെങ്കിൽ അവർക്ക് ഇത് ചെയ്യാനോ ഒന്നും ആരും ഇല്ലാണ്ട് അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് കുറവായിരിക്കും. കാരണം അവർക്ക് ആ സിറ്റുവേഷൻസിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് അറിയില്ല. ഇപ്പൊ ഒരു ക്രൗഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ തന്നെ ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആ ക്രൗഡ് അല്ലെങ്കിൽ അവിടെ നടക്കുന്ന എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആ ഒരു സമയത്ത് അവർക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണെങ്കിൽ അതിനെ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അതിനെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്നൊന്നും ഇന്നത്തെ കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പൊ എന്റെയൊക്കെ ചെറുപ്പത്തിലാണെങ്കിൽ എൻ്റെ അമ്മയുടെ ഫാമിലി വലിയ ഫാമിലിയാണ്. അപ്പൊ ഞങ്ങള് ജോയിന്റ് ഫാമിലി ആയിട്ടാണ്. അപ്പൊ എന്ത് നമ്മൾ സെലിബ്രേഷൻ ആണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും ഒരുമിച്ചാ സെലിബ്രേറ്റ് ചെയ്യുക. ഇപ്പോഴും ഞങ്ങൾ അങ്ങനെയാണ്. അപ്പൊ ഒരാളുടെ ഒരു സ്ഥലത്ത് ഞങ്ങൾ തറവാട്ടിൽ ഒത്തുകൂടും. അവിടെ വെച്ച് എല്ലാവരും ഒരുമിച്ച് ഓണം ആണെങ്കിലും വിഷു ആണെങ്കിലും ഒക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് സെലിബ്രേറ്റ് ചെയ്യുക. എല്ലാവരും തനിയെ തനിയല്ല. ഇപ്പോൾ ആരുടെ കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ ഒരു കല്യാണമാണെങ്കിലും അല്ലെങ്കിൽ ഒരു നൂലുകെട്ട് എന്ത് വന്നാലും അത് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുക. എല്ലാവരും അതിൽ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ പോലെ എല്ലാവരും ചെയ്യും. അങ്ങനെയുള്ള ഒരു മൈൻഡ്. പക്ഷെ ഇന്ന് നമ്മുടെ മക്കളോട് അവർക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമ്മുടെ ബന്ധുക്കളൊക്കെ വരുന്ന സമയത്ത് അവർക്ക് അവരെ പോയി എന്താ പറയുക അവരോട് പോയിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ അവിടെ ആ മറ്റുള്ളവരുമായിട്ട് ഒരു കമ്പനി ആവാനോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ എത്ര പറഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ അതിലോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാലും അവരൊന്ന് ഉൾവലിയേ ചെയ്യുള്ളൂ. കാരണം അവർക്ക് ദിവസം കാണുന്നവരെ അല്ലാണ്ട് അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ വരുന്ന സമയത്ത് അവർക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാനും അവരുടെ കൂടെ മിങ്കിൾ ചെയ്യാനൊക്കെ ഭയങ്കര പ്രശ്നമായിട്ട് ഇപ്പൊ മാറുന്നുണ്ട്. അപ്പോൾ ഒതുങ്ങിക്കൂടുന്ന കുട്ടികളാണ് ഇപ്പോൾ കൂടുതലും പുറത്തു പോയി കളിക്കാനും ഒക്കെ. മുമ്പൊക്കെ നമ്മൾ പുറത്തു പോയി കളിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര 4 പേരായിട്ട് കൂട്ടുകൂടി കളിക്കുക. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഇന്നത്തെ കുട്ടികൾക്കില്ല. നമ്മുടെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന നമ്മൾ കളിച്ചു വളർന്ന പോലുള്ള കളികളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളോ ഒന്നും അവർക്ക് ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാനില്ല. കുറവാണ് അങ്ങനത്തെ കുട്ടികൾ ഈ ഒരു തലമുറയിലെ കുറവാണ്. അപ്പൊ അതിൽ നിന്ന് അങ്ങനെയുള്ള എക്സ്പീരിയൻസുകളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു അനുഭവങ്ങൾ അവർക്ക് കിട്ടുന്ന അനുഭവങ്ങളാണ് അവർക്ക് കുറഞ്ഞു പോകുന്നത്. അതിനുള്ള ഒരു ചുറ്റുപാട് ഇല്ലാണ്ടായി പോകണം. അപ്പോൾ കൂടുതൽ നമ്മുടെ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളിൽ നിന്നും നമ്മുടെ ചുറ്റുപാട് നമ്മൾ താമസിക്കുന്ന ചുറ്റുപാടിൽ ഒക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനും സ്വയം അനുഭവിച്ചറിയാം. അപ്പോൾ പണ്ടൊക്കെ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരുപാട് ഉപദേശങ്ങൾ തന്നിട്ടോ അല്ലെങ്കിൽ ഇന്നത് ഈ ഓരോ സിറ്റുവേഷനും ഇങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടൊന്നുമല്ല. ഓരോ സിറ്റുവേഷനിലും നമ്മൾ കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ ജീവിതം. ഇപ്പോൾ ഓരോ കാര്യങ്ങൾ നമ്മളാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ മക്കളോട് പെരുമാറുന്ന ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അതിനെ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് അങ്ങനെയുള്ള എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ഇത് വെച്ചിട്ട് അനുഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇന്നത്തെ മക്കൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളില്ല. പണ്ട് ഇല്ലായ്മകൾ കൂടുതലുണ്ടായിരുന്നു, ബുദ്ധിമുട്ടുകൾ കൂടുതലുണ്ടായിരുന്നു, എല്ലാം ഉണ്ടെങ്കിലും അതിനനുസരിച്ചിട്ട് പ്രായത്തിനേക്കാൾ കവിഞ്ഞ ഒരു എന്താ പറയുക ഒരു പക്വത അന്നത്തെ കുട്ടികൾക്കൊക്കെ ഉണ്ടാവും. നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ മനസ്സിലാവും. അതേപോലെ തന്നെയാണ് നമ്മുടെ കൂടെ പഠിക്കുന്നവർ, നമ്മൾ കളിക്കുന്നവരാണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കാര്യങ്ങളും നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അവരുടെ വീട്ടിലെ അവസ്ഥ എന്താണെന്നോ നമ്മുടെ വീട്ടിലെ അവസ്ഥ നമുക്ക് പരസ്പരം എല്ലാവർക്കും അറിയാൻ പറ്റും. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ കുറവാണ്. അവർക്ക് അറിയില്ല. അവർക്ക് അവരുടെ കാര്യങ്ങൾ പോലെ നമ്മുടെ വീട്ടിൽ എന്താണ് ഇല്ലാത്തത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ അവസ്ഥ എന്താണെന്ന് പോലും അറിയാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ അവരത് മനസ്സിലാക്കാനും ശ്രമിക്കുന്നത്. അപ്പൊ അതൊക്കെ ഈ ഒരു സാഹചര്യത്തിന്റെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചുറ്റുപാടുകൾ അവർക്കില്ല. അതെന്താണെന്ന് അറിയാനുള്ള അവർക്ക് അങ്ങനത്തെ ഉള്ള എക്സ്പീരിയൻസുകൾ ജീവിതത്തിൽ ഒരുപാട് കുറവായിട്ടാണ് കിട്ടുന്നത് അങ്ങനെയുള്ള കുട്ടികൾക്ക്. അപ്പൊ അതിൻ്റെതായ വ്യത്യാസങ്ങളൊക്കെ അന്നത്തെ തലമുറയിലാണെങ്കിലും ഇന്നത്തെ തലമുറയിലാണെങ്കിലും
ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഈ പിയർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ്. പണ്ടൊക്കെ നമ്മൾ കൂട്ടുകൂടി ഇഷ്ടം പോലെ കളിക്കുമായിരുന്നു. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഒരേ ഏജ് ആയിരിക്കില്ല അവർക്കൊന്നും, പല ഏജിലുള്ളവരുമായിട്ടായിരിക്കും. അപ്പോൾ ആ പലരുമായിട്ടുള്ള സമ്പർക്കം, അവരിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അറിവുകളൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു ഇത് കുറവാണ്. അങ്ങനെ കൂട്ടുകൂടി അപ്പൊ ഇപ്പൊ അവർക്ക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ആകെ അവർ സ്കൂളിൽ ചെല്ലുമ്പോൾ അവരുടെ ക്ലാസ്സിൽ ഉണ്ടാകുന്ന കുട്ടികൾ മാത്രം, അത് ആ സമയം മാത്രം. അല്ലാതെ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവർക്ക് പുറത്ത് ഇതുപോലെ വീടിന് ചുറ്റോടും ഉള്ളവരായിട്ടൊരു ഒരു റിലേഷൻ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും അവർക്ക് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക്, ഇന്നത്തെ കുട്ടികൾക്ക് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടാണ്. ഏത് കാര്യത്തിനെ ആയാലും ഏത് സിറ്റുവേഷനെ ആയാലും അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ അവർക്ക് അത് അറിയില്ല. അതെങ്ങനെ ആ സമയത്ത് എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളല്ലാതെ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ അവർ ആദ്യം ചോദിക്കുക ഇവർ എപ്പോഴാ പോവുക എന്നായിരിക്കും ആദ്യം ചോദിക്കുക. എത്ര ദിവസം ഉണ്ടാകും, ആരെങ്കിലും വരണമെന്ന് പറഞ്ഞാൽ എത്ര ദിവസം ഉണ്ടാകും, എത്ര ദിവസം അവർ ഇവിടെ ഉണ്ടാവണം, അങ്ങനെയൊക്കെ ആയിരിക്കും ഇന്നത്തെ കുട്ടികൾ. കാരണം അവർക്ക് അവരുടെ ഒരു പ്രൈവസി നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു ചിന്തയാണ്. അപ്പൊ ഇങ്ങനെ പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിയുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള കാര്യം, നമ്മുടെ കാര്യങ്ങളൊക്കെ മാറ്റി വെക്കേണ്ടവർ, അല്ലെങ്കിൽ അത് നമ്മുടെ ബന്ധുക്കളാണ്, നമ്മുടെ കുടുംബത്തിലുള്ളവരാണ് എന്നുള്ള ചിന്ത അവർക്ക് വരുന്നില്ല. അല്ലെങ്കിൽ പണ്ടൊക്കെ നമുക്കൊക്കെ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരും, നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും വരണമെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ ആ അത്രയും സമയം നമ്മൾ മാത്രമായിട്ട് ഇരിക്കുമ്പോൾ എല്ലാവരും കൂടെ ഉള്ളപ്പോൾ എല്ലാവരും കൂടെ ഉള്ള നമുക്കൊന്ന് പുറത്തു പോകാം, അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒന്ന് ഭക്ഷണം കഴിക്കുക, എല്ലാവരുമായിട്ട് സംസാരിച്ചിരിക്കുക. അപ്പൊ അതൊക്കെ നമ്മളൊക്കെ കാത്തിരിക്കുക. ഇപ്പോഴും പോലെ എൻ്റെ ഒരു ഇത് അങ്ങനെയാണ്. എനിക്ക് എൻ്റെ വീട്ടിൽ ഒരു ആരെങ്കിലും റിലേറ്റീവ്സ് വരുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ പ്രതീക്ഷിച്ചിരിക്കും അവരെപ്പോഴാ വരിക, എന്താ വരാ, അങ്ങനെയുള്ള ഒരു ഇത്. പക്ഷെ നമ്മുടെ മക്കൾക്ക് ആ സിറ്റുവേഷനെ അഡ്ജസ്റ്റ് ചെയ്യാൻ അറിയുന്നില്ല. അപ്പൊ ആ ഒരു ഇന്നത്തെ ഒരു കാലഘട്ടം അവർ വളരുന്ന രീതി പണ്ടത്തെ ആ ഒരു രീതിയും തമ്മിലുള്ള വ്യത്യാസവും ആ ഒരു അനുഭവങ്ങളുടെ ഒരു ഇതുമാണ് അവർക്ക് കൂടുതലായിട്ട് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണ് കജീന പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തില്ലേ കറക്റ്റ് ആണെന്നുള്ള കാര്യം? ഓക്കെ കേട്ടോ. ഇനി ആരാ പറയണത്? മാം ഞാൻ പറയാം. ഓക്കെ, തീർത്തില്ല പറഞ്ഞോട്ടോ. നമ്മളെ ഫാമിലി എന്ന് വെച്ചാൽ നമ്മളെ ക്യാരക്ടറിനെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സംഭവം തന്നെയാണ്. കാരണം ഈ ജോയിന്റ് ഫാമിലി ആണെങ്കിൽ അവര് അച്ചാച്ചൻ, അമ്മമ്മ, അങ്ങനെയൊക്കെ ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് നമ്മള് ഇപ്പം എൻ്റെ എല്ലാം കുട്ടിക്കാലത്ത് എന്ന് വെച്ചാൽ ഞങ്ങൾ ജോയിന്റ് ഫാമിലി ആയിട്ട് താമസിച്ചത്. അച്ചാച്ചൻ, അമ്മമ്മ, പിന്നെ ആപ്പൻ, ആന്റി അങ്ങനെയൊക്കെ താമസിച്ചവരാ. പെട്ടെന്ന് വീടെടുത്ത് മാറുക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. കാരണം ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഞങ്ങൾ 3 പേരായി മാത്രം മാറുക എന്ന് പറയുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഇവിടെ ഇട്ടിട്ട് അബ്രോഡ്, അവര് സൗദി പോയതാ. എനിക്കൊരു ബ്രദർ ഉണ്ട്. അപ്പൊ അവരെന്നെ ഗ്രാൻഡ് പാരന്റ്സിന്റെ അടുത്ത് ആക്കിയിട്ടാണ് അവരെന്നെ പോകുന്നത്. പക്ഷെ ആ സമയത്ത് എനിക്ക് ഫീൽ ഉണ്ടായിരുന്നു അച്ഛൻ, അമ്മ എന്ന് കാരണം ഞങ്ങള് 10 വയസ്സിന് വ്യത്യാസമുണ്ട് ഞാൻ എൻ്റെ അനിയനും തമ്മിൽ. അപ്പൊ എന്നെ വിട്ടിട്ട് പോവാ പറയുമ്പോ അത്രയും കാലം അമ്മ എപ്പോഴും കൂടി ഉണ്ടാവും, കുളിപ്പിക്കും, ഭക്ഷണം വാരിത്തരും, അങ്ങനെ ഭയങ്കര പ്രശ്നമായിരുന്നു എനിക്ക്. പക്ഷെ ഗ്രാൻഡ് പാരന്റ്സിന്റെ അടുത്ത് എത്തിയപ്പോ ഫീൽ ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഫീൽ ആയിരുന്നു. ഭയങ്കര ദേഷ്യമൊക്കെ ആയിരുന്നു എനിക്ക് അവനോട് ഭയങ്കര ദേഷ്യമായിരുന്നു. അവൻ വന്നപ്പോ എന്നെ വേണ്ട എന്നൊക്കെ തോന്നലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. കുറെ കാലം ഉണ്ടായിരുന്നു. ഒരു ഒരു 10th പഠിക്കുന്നവരെയൊക്കെ എനിക്ക് ഭയങ്കര ഫീൽ ആയിരുന്നു അത്. കാരണം വെച്ചാൽ എന്നെ ഇട്ടിട്ട് പോയില്ല, അവൻ വന്നോണ്ടല്ലേ എന്നെ വേണ്ട എന്നുള്ളൊരു ചിന്തയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. എനിക്ക് ആ സിനിമ എൻ്റെ വീട് അപ്പൂന്റെ കാണുമ്പോൾ ശരിക്കും എനിക്ക് എന്നെയാണ് ഫീൽ ചെയ്ത് എനിക്ക് ഓർമ്മ വരിക. പക്ഷെ എനിക്കറിയാം എനിക്കറിയാം അവർ എന്നെ ഇട്ട് പോയത് അതുകൊണ്ടല്ലാന്ന് എനിക്ക് ഇപ്പൊ അറിയാം. പക്ഷെ എന്നാലും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ എന്റെ ഗ്രാൻഡ് പാരന്റ്സിന്റെ അടുത്ത് നിന്നിട്ടാണ് ഞാൻ വളർന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചുള്ള അവര് ഫുൾ ഓർത്തഡോക്സ്, അതായത് അവര് ഫുൾ അങ്ങനെ അവര് എന്താ പറയാ, എല്ലാം ഒരു ആചാരങ്ങൾക്കനുസരിച്ച് മാത്രമേ അവര് ജീവിക്കുന്ന ഒരു വ്യക്തികളായിരുന്നു അമ്മമ്മയൊക്കെ. അപ്പൊ അവര് വെച്ചാൽ ഈ പീരീഡ്സ് ഒക്കെ ആയാൽ ഇങ്ങനെ കട്ടിൽ കിടത്തിക്കില്ല, മാറി കിടക്കണം, അങ്ങനെയൊക്കെ ഭയങ്കര ഇതായിരുന്നു. അപ്പൊ എനിക്ക് ആദ്യം ഭയങ്കര പ്രശ്നമായിരുന്നു. നമ്മള് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഞാൻ 8th പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് പീരീഡ്സ് ആവുന്നത്. അപ്പൊ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്രായമല്ലേ അത്. അപ്പൊ അവര് പെട്ടെന്ന് ചിട്ടകൾ ഇങ്ങനെ പറഞ്ഞുതരിക, ഓരോ മാസെത്തുമ്പോ ഇങ്ങനെ 4 ദിവസം ഇങ്ങനെ മാറിക്കിടക്കണം,
പിന്നെ അവിടെ അടിച്ചു വാരി തുടക്കണം, കുളിക്കണം, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് അന്നേരം ഭയങ്കര വിഷമായിരിക്കും. അമ്മ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്തു തരുമായിരുന്നല്ലോ, ഭയങ്കര സങ്കടമായിരുന്നു അന്നേരം. പക്ഷെ ജോയിന്റ് ഫാമിലി താമസിക്കുമ്പോ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ അറ്റാച്ച്മെന്റ് കൂടി. എല്ലാവരും നമുക്ക് ഒരാളെ സ്വഭാവത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റും. കാരണം ഇപ്പൊ ഒരാൾക്ക് ഇപ്പം എനിക്ക് അമ്മ കൂടി ഉള്ളിടത്തോളം എന്റെ ഏന്റി അടിക്കെല്ലാം ചെയ്തിരുന്നേ. അപ്പൊ എനിക്കൊരു വിഷമം കാണുമ്പോൾ അയ്യോ എനിക്ക് ഇങ്ങനെ വിഷമമായല്ലോ നമ്മൾ ചിന്തിക്കും. അപ്പൊ നമുക്ക് മറ്റുള്ളവരുടെ സങ്കടം കാണുമ്പോൾ ഒരു സഹതാപം, അവരെ സഹായിക്കണം എന്നുള്ളൊരു ബോധമൊക്കെ വരും. പക്ഷെങ്കില് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഫസ്റ്റ് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോ ഭയങ്കര. പിന്നെ ഞാൻ അത് പൊരുത്തപ്പെട്ടു. ഒരു 6 മാസത്തോളം എനിക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ തന്നെ അതിങ്ങനെ ചെയ്യാൻ തുടങ്ങി. ഫുൾ പീരീഡ്സ് ആയി കഴിഞ്ഞാൽ അമ്മ ഇങ്ങനെ ചെയ്യണം, ഓക്കെ അങ്ങനെ. പിന്നെ ഓരോ കാര്യങ്ങൾക്ക് അവരിങ്ങനെ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല, അതിങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ഞാൻ വളർന്നു വന്നത്. എന്റെ സിറ്റുവേഷൻ അങ്ങനെയാണ് ഞാൻ വളർന്നു വന്നത്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് 10th കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ അമ്മേന്റെ വീട്ടിലോട്ട് മാറി. +1 +2 ഞാൻ പഠിച്ചത് എന്റെ അമ്മേന്റെ വീട്ടിൽ നിന്നാ. പക്ഷെ എനിക്ക് അതേ ഫോളോ ആണ് ഞാൻ അവിടെ ഫോളോ ചെയ്ത് വരുന്നത്. എനിക്കത് മാറാൻ പറ്റുന്നില്ല. എന്റെ ജീവിതത്തിൽ നിന്ന് എടുത്ത് മാറ്റാൻ എനിക്ക് പറ്റുന്നില്ല. പീരീഡ്സ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ താഴെ കിടക്കണം, ബെഡ്ഷീറ്റ് ഇന്ന ദിവസം എടുത്താൽ, അതൊക്കെ എന്റെ മൈൻഡിൽ ഇങ്ങനെ റീഡ് ചെയ്തുകൊണ്ടിരിക്കുക. അത് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ ആ ഒരു എനിക്ക് പറ്റേയില്ല, അത്രക്ക് വിഷമം എനിക്ക്. അങ്ങനെ പനിച്ചാൽ പോലും കുളിക്കണം, അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പം എന്റെ അവിടുത്തെ കസിൻസ് ഒക്കെ പറഞ്ഞ എന്നെ കളിയാക്കും, നീ വെറും ഓർത്തഡോക്സ്, ഇങ്ങനെയൊന്നും ആവാൻ പാടില്ല, ഇക്കാലത്ത് ജീവിക്കുന്ന കുട്ടികൾ ഇങ്ങനെയൊന്നും അല്ല, നീയൊക്കെ ഒരു സ്ഥലത്ത് പോയി എങ്ങനെ ശരിയാവും, അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷെ എനിക്കത് അത് ചിലപ്പോ എന്റെ അമ്മയുടെ അടുത്തോ അച്ഛൻ്റെ അടുത്തോ ഇന്ന് വളരുന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോ ഇതൊന്നും പഠിക്കില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരിതൊന്നും ചെയ്യാത്ത വ്യക്തികളായതുകൊണ്ട് ഞാൻ പഠിക്കില്ല. എന്റെ അമ്മമ്മയുടെ അച്ഛനും കൂടെ നിന്നപ്പോഴാണ് ഞാൻ ഇത് പഠിച്ചത്. അത് കഴിഞ്ഞ് +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി ആയി. എന്റെ മാരേജ് കഴിഞ്ഞപ്പോ, ഡിഗ്രി കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോ 21 ആയപ്പോ എന്റെ മാരേജ് കഴിഞ്ഞു. കഴിഞ്ഞപ്പോ ഞാൻ എനിക്ക് പേടിയായി ഇത് ഇവിടെ ചെയ്യുമ്പോ അവരെന്താ വിചാരിക്ക, അങ്ങനെയുള്ളൊരു പേടിയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോ പിന്നെ ഹസ്ബൻഡിന്റെ വീട്ടിൽ വെച്ചാൽ അവർക്കൊരു നാഗത്തിന് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മക്ക് എന്നോട് പറയാൻ ഭയങ്കര പേടി. ഇത് ഇപ്പോഴത്തെ കുട്ടികൾ എങ്ങനെയാണ് ഇത് എടുക്കുവാന്ന് അറിയില്ലല്ലോ. ഇങ്ങനെ ഹസ്ബൻഡിന്റെ കൂടെ കിടക്കാൻ പാടില്ല, മാറി കിടക്കണം എന്നൊക്കെ പറയുമ്പോ അതെങ്ങനെയാ എടുക്കാന്ന് അറിയില്ല. അപ്പൊ അമ്മക്ക് എന്നോട് പറയാൻ ഭയങ്കര പേടി, അതെങ്ങനെയാ എടുക്കുക. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു, ഞാൻ ഇങ്ങനെയാണ് പീരീഡ്സ് ആയി കഴിഞ്ഞാൽ ചെയ്യുന്നത്. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ ചെയ്യണം, പക്ഷെ നിങ്ങളോട് എങ്ങനെ അത് പറയാന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അത് ഞാൻ എന്റെ അമ്മമ്മേനെ ഓർത്തു പോയത്. കാരണം അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടാണല്ലോ ഇവിടെ എത്തിയപ്പോ എനിക്കത് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ അത് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനത് ഒരു മതാചാരമായിട്ട് അല്ല, ഒരു ആചാരങ്ങൾ അതൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. ഞാൻ പണ്ട് കാലത്ത് ശീലിച്ചത് ഞാൻ പറയുന്നുള്ളൂ. ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ്. അപ്പം ഫാമിലി താമസിക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറെ ഡെവലപ്മെന്റ് ആവും. പക്ഷെ അത് ഒരാൾക്ക് അത് വിശ്വാസമായിരിക്കാം, ഒരാൾക്ക് അത് ചിട്ടയായിരിക്കാം, അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഭയങ്കര അതൊരു ഫുൾ പോസിറ്റീവായ കാര്യമാണ്. എന്റെ മോളോടായാലും ഞാനിപ്പോ ഓരോ കാര്യം അവളിപ്പോ ചെയ്യും. ഇപ്പൊ കാലൊക്കെ ആട്ടുമ്പോ ഞാൻ പറയും, അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് മോശമാന്ന് പറയുമ്പോ അവൾ എന്നോട് ഇങ്ങോട്ട് ചോദിക്കും, അതെന്താ അങ്ങനെയെന്ന്. അവള് പക്ഷെ അതിന് ഇത് പറയുകയും ചെയ്യാ, എന്താ അങ്ങനെ ചെയ്ത അവൾ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നമുക്കത് അവർ പഠിപ്പിച്ചു തന്നാണ്. അത് അവർ ജോയിന്റ് ഫാമിലി നിന്നിട്ട് നമ്മൾ പഠിച്ചതിന്റെ ഫലമായിട്ടാണ് അങ്ങനെ വരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വെച്ചാൽ അങ്ങനെയൊന്നും ഇല്ല. അവര് സെപ്പറേറ്റ് ആയി നിന്ന് പഠിച്ചവരാണ്. അതിൻ്റെതായ പോരായ്മകൾ കുറെ അവർക്കുണ്ട്. പക്ഷെ എന്നെ കുറെ ആൾ കളിയാക്കുന്നുണ്ട്, ഇപ്പവും കളിയാക്കുന്നവരുണ്ട്. ഇപ്പോഴും നിന്റെ മോളെ ഇങ്ങനെയാണോ പഠിപ്പിക്കുക എന്ന് ചോദിക്കുന്നവരും എന്നോടത്തുണ്ട്. ചിലപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യിക്കുക. അത് ഞാൻ പഠിച്ചു വളർന്നതിൻ്റെതായിട്ടാണ് വരുന്നത്. അത് നല്ലതാണോ മോശമാണോ എന്നൊന്നും അല്ല ഞാൻ ചിന്തിക്കുന്നത്. എന്നെ എങ്ങനെയാണ് എന്റെ വീട്ടിൽ നിന്ന് വളർത്തിയത് എന്ന് മാത്രം. പക്ഷെ എന്റെ അമ്മയായാലും എന്നോട് പറയും, എന്റെ അടുത്ത് നിന്നിട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ നീ ഇതൊന്നും പഠിക്കില്ലായിരുന്നു എന്ന് പറയും. പക്ഷെ എനിക്കത് പോസിറ്റീവായിട്ടാ തോന്നുന്നത്. എനിക്ക് കുറച്ച് നീറ്റ് കൂടുതൽ, അതിനൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാ കുറെ ആൾക്കാർക്ക്. പക്ഷെ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശീലിച്ച് വന്നോണ്ടുള്ള പ്രശ്നങ്ങളാണ്. അത് പോസിറ്റീവും ഉണ്ട്, ഒരു കണക്കിന് നോക്കിയാൽ നെഗറ്റീവും ഉണ്ട്. കുറച്ച് കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ പോസിറ്റീവും നെഗറ്റീവും ആയിട്ട് വരും അത്. പിന്നെ ഈ പിയർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്, ഈ ഫ്രണ്ട്സ്, അതായത് ഞാൻ പറഞ്ഞില്ല എന്റെ പേരൻസ് ഒപ്പരും ഇല്ലാന്ന്, പക്ഷെ ആ
ഫ്രണ്ട്സ് ആയിരുന്നു എനിക്ക് മോട്ടിവേഷൻ തന്നുകൊണ്ടിരുന്നത്. കാരണം നിന്നെ അങ്ങനെയല്ല, അച്ഛനമ്മയും നിനക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അവർ നിന്നെ വെക്കേഷൻ ടൈം അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ലേ, അതിനോട് സ്നേഹം ഉള്ളത് കൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരെനിക്ക് മോട്ടിവേഷൻ തന്നിട്ടാണ് പിന്നെ ഫാമിലിയിൽ നിന്നും കുറച്ച് ബാക്ക് സപ്പോർട്ട് കിട്ടുകൊണ്ടാണ് ഞാൻ ആ മെന്റലി എനിക്ക് മാറി വന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞ് ഞാനൊരു അമ്മയായപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് അവരെനിക്ക് എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അവർ സാഹചര്യം കൊണ്ടാണ് അവരവിടെ നിൽക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി വന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ഈ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ഭയങ്കര സപ്പോർട്ടായിരിക്കും. കാരണം ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അവരോട് തുറന്ന് പറയാം. ഇപ്പോഴത്തെ മക്കളെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമില്ല. എൻ്റെ മോള് വെച്ചാൽ ഫ്ലാറ്റിൽ നിന്ന് വളർന്നതാ, അവൾക്ക് ഫ്രണ്ട്സ് ഇല്ല, കാര്യങ്ങളും ഒന്നുമില്ല. ഞങ്ങളിപ്പോ പുതിയ ഫ്ലാറ്റ് എടുത്ത് ഇങ്ങോട്ട് മാറിയപ്പോഴാണ് അവൾക്ക് കുറച്ച് ഫ്രണ്ട്സ് വന്നത്. പക്ഷെ അവർക്ക് ഷെയറിങ് മെന്റാലിറ്റി വളരെ കുറവാണ്. കാരണം വെച്ചാൽ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു സാധനം എടുക്കുമ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടവും ദേഷ്യവും ഒക്കെ വരും, എന്നോട് വന്ന് പരാതി പറയും. അപ്പൊ മറ്റേ കുട്ടികളോട് ഞാൻ എന്താ പറയാ, എനിക്ക് ഭയങ്കര വിഷമമാണ് മറ്റേ കുട്ടികളോട് കാണുമ്പോൾ. ഞാൻ എല്ലാരും പോയിക്കഴിഞ്ഞാൽ ഞാൻ അവളെ വഴക്ക് പറയുക. പക്ഷെ അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വെച്ചാല് അവള് വളർന്നു വന്ന സാഹചര്യം ഇങ്ങനെയാണ്, ഞാൻ വളർന്നു വന്ന സാഹചര്യം. നമ്മൾ ഒപ്പം വെച്ചാല് അവൾക്ക് ഫ്രണ്ട്സ് ഇല്ലാതെ കൊണ്ടാണ് അവൾ ഇങ്ങനെ ആവുന്നത്. പക്ഷെ ഇപ്പം കുറെ മെച്ചപ്പെട്ടു. അവള് എല്ലാവർക്കും കൂടി അവള് അവരുടെ വീട്ടിൽ പോയിട്ടാകുമ്പോ അവര് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന കാണുമ്പോ അവളിപ്പോ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാകുമ്പോ ഇത് കൊടുക്കാറില്ല അമ്മേന്ന് ചോദിച്ചിട്ട് കൊടുക്കാറുണ്ട്. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് എപ്പോഴും ഒരു ഗ്രൂപ്പ്, അതായത് ഒരു ഫ്രണ്ട്സ്, നല്ലൊരു കൂട്ടുകെട്ട് എപ്പോഴും നല്ലതാണ്. ഓക്കെ. കീർത്തനയുടെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തത്. നല്ല രീതിയിൽ അത് പറഞ്ഞു തന്നിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ടൈം കഴിയാറായിട്ടുണ്ട്. നമ്മൾ വൈൻഡപ്പ് ചെയ്യണ്. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. ഞാൻ ഈ തവണ ഇപ്പൊ +2 കഴിഞ്ഞുള്ളൂ കേട്ടോ. ഞാൻ +2 പഠിച്ചോണ്ടിരുന്നപ്പോ എന്റെ കൂടെ പഠിക്കുന്ന ഒരു കൊച്ചുണ്ടായിരുന്നു. അവള് ഗ്രാൻഡ് പേരൻസിന്റെ കൂടെ കഴിഞ്ഞോണ്ടിരുന്നത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഡെസ്കിന്റെ മണ്ടേക്ക് ഇരുന്ന് കാലാട്ടും അതും ഇതൊക്കെ ചെയ്യുമ്പോ അവള് പറയും ഇങ്ങനെ, അങ്ങനെ കൊള്ളൂല, അച്ഛനും അമ്മയ്ക്കും കേടാ, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ. അപ്പൊ അവളെല്ലാരും കളിയാക്കുന്ന തന്ത വൈബ്, തള്ള വൈബ് എന്നൊക്കെ പറഞ്ഞ. അപ്പൊ കീർത്തന പറഞ്ഞ കേട്ട് ഞാൻ പറഞ്ഞുള്ളൂ. ഞാനും എനിക്ക് ഇങ്ങനെ പൊക്കത്തുനിന്ന് കാലാടുന്നത് ഇഷ്ടമല്ല. ഞാനിപ്പോ എന്റെ ഹസ്ബൻഡ് ഭക്ഷണം കഴിക്കുമ്പോൾ കാലാട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ ഞാൻ പറയും നിൽക്കാൻ പാടില്ല, ചെയ്യാൻ പാടില്ല, എപ്പോഴും അങ്ങനെ പറയും. എനിക്ക് തോന്നുന്നത് എന്റെ അച്ചാച്ചൻ ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ ഹസാരയുടെ മുകളിൽ ഇരുന്ന് കാലാട്ടുമ്പോ അച്ചാച്ചൻ പറഞ്ഞു, കാലാട്ടരുത്, കാലാട്ടി കഴിഞ്ഞാൽ അച്ഛന്റെ അമ്മയ്ക്കും ദോഷാണെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ആ ചെറിയ കുട്ടിയായിരുന്നപ്പോ എന്റെ മനസ്സിൽ അത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് അച്ഛനും അമ്മയ്ക്കും ദോഷമാണെന്ന് ചെറുപ്പത്തിൽ അതെന്റെ മൈൻഡിൽ സ്റ്റോർ ചെയ്ത് വെച്ചോണ്ട് എനിക്കിപ്പോ അത് ആര് ചെയ്താലും ഭയങ്കര വിഷമമാണ്. ഞാൻ പറയും ഹസ്ബൻഡിനോടായാലും കുട്ടികളോ കൊച്ചിനോടായാലും പറയും കാലാട്ടെടുത്തിട്ടാ അനക്കരുത്. അപ്പം അവള് വന്നിട്ട് പറയും അനക്കൂല അമ്മ, വീണ്ടും ആട്ടും. ഇല്ല ഇനി ഞാൻ ചെയ്യൂല. പക്ഷെ ഞാനത് ശീലിച്ചു. എനിക്ക് കാലാട്ടണത് ഇഷ്ടമല്ല. എന്തൊരു നമ്മളെ ശീലിച്ചത് കൊണ്ടായിരിക്കും ആ ഒരു രീതിയിലേക്ക് നമ്മ വന്നത്. അത് തന്നെയാ മാം, അത് പറഞ്ഞ് കുട്ടിക്കാലത്തെ ഞങ്ങളുടെ മൈൻഡിലോട്ട് അത് കയറി, അത് അങ്ങനെയാണ് എന്നുള്ളത്. പക്ഷെ മറ്റുള്ളവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാതെ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവും, അതെന്താ അവർ ഉൾക്കൊള്ളാതെ. പക്ഷെ ഇപ്പൊ ഞാൻ കേട്ടും പഠിക്കാതെ കൊണ്ടായിരിക്കും അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തത്. നമ്മൾ ബാക്കി ആരുടെ കാര്യം നോക്കണ്ട, നമ്മൾ നമ്മുടെ ലൈഫ് നമ്മളായിട്ട് തന്നെ അങ്ങോട്ട് മൂവ് ഓൺ ചെയ്യാം. താങ്ക് യു. ടൈം കഴിഞ്ഞു കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു മാം. താങ്ക് യു മാം.